ഓക്കെ, ശരി. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ന്യൂക്ലിയർ ടെക്നോളജിയിൽ നമ്മൾ കുറച്ച് റിയാക്ടേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താ, ന്യൂക്ലിയർ ഫിഷൻ എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ്, എന്താ ന്യൂക്ലിയർ ഫിഷൻ എന്താ അത്? ഫിഷൻ എന്താ? നമ്മൾ ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചാണ് മെയിനായിട്ട് സംസാരിച്ചല്ലേ? എന്താ ഫിഷൻ? സ്പ്ലിറ്റിംഗ് ഓഫ് ഹെവി ആറ്റം ഇൻറ്റു കുഞ്ഞു ആറ്റംസ്. ഓക്കെ, അപ്പോൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിയാക്ടേഴ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. നമ്മൾ മെയിനായിട്ടും പഠിക്കേണ്ട ഒരു റിയാക്ടറാണ് വാട്ടർ റിയാക്ടർ. എന്തായിരിക്കും വാട്ടർ റിയാക്ടർ? ആ റിയാക്ടറിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻറ്റ് എന്താണ്? വാട്ടറാണ്. സിമ്പിളാണ്, അതിനെക്കുറിച്ച് നമുക്ക് അധികം ഒന്നും പറയാനില്ല, ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. എന്താണ്? വാട്ടർ റിയാക്ടേഴ്സ് ആർ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ പവർ റിയാക്ടേഴ്സ്, മേക്കിംഗ് അപ്പ് അബൌട്ട് 96% ഓഫ് വേൾഡ് കൊമേഴ്ഷ്യൽ ഫ്ലീറ്റ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റിയാക്ടർ വാട്ടർ റിയാക്ടർ ആണ്. ദേ യൂസ് വാട്ടർ ആസ് ബോത്ത് എ കൂളന്റ് ടു റിമൂവ് ഹീറ്റ് ഫ്രം ദ റിയാക്ടർ ആൻഡ് എ മോഡറേറ്റർ. നിങ്ങൾക്ക് കൂളന്റ് എന്താ, മോഡറേറ്റർ എന്താണെന്നുള്ളത് അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ബോയിലിംഗ്, അതിന്റെ ഒരു ടൈപ്പുകൾ നോക്കുകയാണ്. ഫസ്റ്റ് ടൈപ്പ് ഇസ് ബോയിലിംഗ് വാട്ടർ റിയാക്ടർ. എന്തായിരിക്കും ബോയിലിംഗ് വാട്ടർ റിയാക്ടർ? These operate lower pressure. പ്രഷർ വളരെ കുറവായിരിക്കും. ആൻഡ് അലോയിങ് വാട്ടർ ടു ബോയിൽ ഡയറക്ട്ലി വിത്തിൻ ദ റിയാക്ടർ കോർ. നോക്കൂ, നമ്മുടെ ഒരു കറണ്ട് ഉണ്ടാകുന്ന റിയാക്ടർ ഉണ്ടാകും. ആ റിയാക്ടറിന്റെ കോറിൽ തന്നെ ആയിരിക്കും വാട്ടർ. ഇതിനകത്ത് തന്നെ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് പ്രഷർ കുറയ്ക്കും, ടെമ്പറേച്ചർ കൂട്ടും. ഈ വെള്ളം ഇവിടെ തന്നെ ബോയിലാക്കാൻ കാരണമാകും. ദെൻ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്റ്റീം ഉപയോഗിച്ച് എന്ത് കറക്കുന്നു? ടർബൈൻ കറക്കുന്നു, കറണ്ട് ഉണ്ടാക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എന്താ ബോയിലിംഗ് വാട്ടർ റിയാക്ടറിൽ എന്താ പ്രത്യേകത? ഇറ്റ് ഇസ് ലോ പ്രഷർ ആണ്. ആൻഡ് ഈ വെള്ളം ബോയിൽ ചെയ്യുന്നത് വിത്തിൻ ദ റിയാക്ടർ കോർ. ഓക്കെ, എന്താ പറഞ്ഞ ബോയിലിംഗ് വാട്ടർ റിയാക്ടറിന്റെ പ്രത്യേകത എന്താ? പ്രഷർ കുറവാണ്. അതുപോലെ തന്നെ വാട്ടർ ബോയിൽ ചെയ്യുന്നത് ആ കോറിനകത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, ദ റിസൾട്ടിംഗ് സ്റ്റീം ഈസ് സെൻഡ് ടു സ്ട്രേറ്റ് ടു ദ ടർബൈൻ എലിമിനേറ്റിംഗ് ദ നീഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് ബോയിലിംഗ് വാട്ടർ റിയാക്ടർ. 2, പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. ഡിഫറൻസ് എന്തായിരിക്കും? പ്രഷറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ ആയിരിക്കും അല്ലേ? ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡിസൈൻ ഗ്ലോബലി, റെപ്രസെന്റിംഗ് റഫ്ലി 70% ഓഫ് കൊമേഴ്ഷ്യൽ റിയാക്ടർ. നമ്മുടെ ലോകത്തിലെ കൊമേഴ്ഷ്യൽ റിയാക്ടറിന്റെ 70% നോക്കുമ്പോൾ എന്താ കാണാൻ പറ്റുന്നത്? ഇന്ന് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. ഇൻ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ, വാട്ടർ ഈസ് കെപ്റ്റ് അണ്ടർ എക്സ്ട്രീം പ്രഷർ. നോക്കൂ, അറൌണ്ട് 150 to 160 അറ്റ്മോസ്ഫിയറിലാണ്. പ്രഷറിന്റെയും ബോയിലിംഗ് പോയിന്റിന്റെയും ഒരു റിലേഷൻ എങ്ങനെയാ? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോയിലിംഗ് അല്ലേ? എന്ന് വെച്ചാൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിൽ ചെയ്യാനുള്ള ആ ടെമ്പറേച്ചർ എന്താണ്? പ്രൊപ്പോർഷണലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ആ ടെമ്പറേച്ചർ കൂടും. അപ്പൊ എന്താ ഇവിടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ ഹൈ പ്രഷറാണ്. ഹൈ പ്രഷർ ആകുമ്പോൾ വെച്ചാൽ എന്താ, ഒരുപാട് പെട്ടെന്ന് ബോയിലാവും ഇല്ലേ? പെട്ടെന്ന് അത് വെള്ളം ചൂടാകാനും തിളക്കാനും കാരണമാകും അല്ലേ? സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഹീറ്റഡ് ടു വെരി ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് ബോയിലിംഗ്. വെച്ചാൽ ടെമ്പറേച്ചർ ഉള്ളിൽ ഇതിനകത്ത് നമ്മൾ പ്രഷർ കുക്കർ എടുക്കാം, എക്സാമ്പിളായിട്ട് എടുക്കാം. പ്രഷർ കുക്കറിൽ നിങ്ങളൊരു ഒരു പൊട്ടറ്റോ പുഴുങ്ങാൻ വെച്ചേക്കാണ്. എന്തത്ര സന്തോഷം. അപ്പോൾ ഒരു ഓപ്പൺ പാത്രം എടുക്കുന്നു, പൊട്ടറ്റോ അതിനകത്ത് ഇടുന്നു, വെള്ളം തിളപ്പിച്ച് കുറേ സമയം ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ പൊട്ടറ്റോ പുഴുങ്ങി കിട്ടുക. എന്നാൽ ഈ പൊട്ടറ്റോ കൊണ്ട് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടാലോ, പ്രഷർ കുക്കറിനകത്ത് പ്രഷർ കൂടുതലാണ്. വെള്ളം പെട്ടെന്ന് തിളയ്ക്കൂല. പകരം എന്താ സംഭവിക്കുക? അത് പെട്ടെന്ന് ചൂടാകും, ടെമ്പറേച്ചർ കൂടും, പെട്ടെന്ന് ചൂടാകും, പക്ഷെ പയ്യെ തിളയ്ക്കുള്ളൂ. ഈ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും, ഹൈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും, അങ്ങനെ അത് പെട്ടെന്ന് വെന്ത് വരും ഇല്ലേ? സെയിം സാധനമാണ് ഇവിടെ ലോ പ്രഷറാണ്, പെട്ടെന്ന് ബോയിലാകും. അതുപോലെ തന്നെ എന്താ, ടെമ്പറേച്ചർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താ വെച്ചാൽ ഹൈ പ്രഷറാണ്, വെള്ളം തിളയ്ക്കും, അറ്റ് ദ സെയിം ടൈം ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, പക്ഷേ സ്ലോ പ്രോസസ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് പെട്ടെന്ന് കാര്യം നടക്കും, ഇവിടെ കുറച്ച് പയ്യെ കാര്യം നടക്കും. നിങ്ങൾ സാധാരണ കഴിച്ചാൽ മതി. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധാരണ പോട്ടിനകത്ത് വെള്ളം തിളപ്പിക്കുന്നതാണ് ഇത്, പ്രഷർ കുക്കറിനകത്ത് വെള്ളം തിളപ്പിക്കുന്നതാണ് ഇത്. ഇതല്ലേ ഒരുപാട് ടെമ്പറേച്ചർ ഉള്ളത്. പെട്ടെന്ന് കാര്യം നടക്കുന്ന ഇവിടെ അല്ലേ, പെട്ടെന്ന് റിയാക്ഷൻസ് നടക്കുന്ന ഇവിടെയാ. ഇവിടെ എന്താ, വളരെ പയ്യെ. ഇവിടെ എന്തുകൊണ്ടാ പയ്യെ നടക്കുന്നത്? ലോ പ്രഷർ ആയതുകൊണ്ട്. ഇവിടെ എന്താ പെട്ടെന്ന് നടക്കുന്നത്? ഹൈ പ്രഷർ. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. കൂടുതൽ ഇപ്പം യൂസ് ചെയ്യുന്നത് പ്രഷറൈസ്ഡ് ഹെവി വാട്ടറാണ്. നോക്കുക, ബോയിലിംഗ് ആയിരുന്നു ഒരു കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഹെവി വാട്ടറാണ്. ഓക്കെ, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ.
പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ. ആൻഡ് അതിൻ്റെ അടുത്തൊരു ടൈപ്പാണ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറും പ്രഷറൈസ്ഡ് ഹെവി വാട്ടറിൻ്റെ മെയിൻ ഡിഫറൻസ് എന്തായിരിക്കും? ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. എന്താ? മറ്റേതിനകത്ത് ലൈറ്റ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഏതാ? തിളപ്പിക്കുന്ന എന്തിനെയാ? സാധാ വെള്ളത്തിനെയാണ്. ഓക്കെ. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ ആരെയാണ് തിളപ്പിക്കുന്നത്? ഹെവി വാട്ടറിനെ. ആരാണത്? ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മറ്റേത് ലൈറ്റ് വാട്ടർ. നമുക്ക് ടർബൈൻ കറക്കണമെങ്കിൽ സ്റ്റീം വേണം. സ്റ്റീമിന് എന്ത് വേണം? വാട്ടർ വേണം. അപ്പോൾ ലൈറ്റ് വാട്ടർ റിയാക്ടറിൽ ആരായിരുന്നു? ലൈറ്റ് വാട്ടർ ആയിരുന്നു, സാധാ വെള്ളമായിരുന്നു. വാട്ടർ റിയാക്ടറിൽ സാധാ വെള്ളമായിരുന്നു. ഹെവി വാട്ടർ റിയാക്ടറിൽ ആരാണ്? ഹെവി വാട്ടർ. അതേ ഉള്ള ഡിഫറൻസ്. ബാക്കി എല്ലാ ജോലിയും സെയിം ആണ്. എന്തുകൊണ്ടാണ് ഹെവി വാട്ടർ റിയാക്ടർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ because heavy water absorb fewer neutrons. These reactors can be used natural enriched uranium as fuel. നോക്കൂ എന്താണ് സംഭവം? ഈ ഹെവി വാട്ടർ എന്തിനെ അബ്സോർബ് ചെയ്യും? വളരെ കുറച്ച് ന്യൂട്രോൺസിനെ മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. ഓക്കെ. കുറച്ച് ന്യൂട്രോൺസിനെ മാത്രം അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും അഡ്വാൻറ്റേജ്? നമ്മൾ ഈ പറയുന്നത് ഫിഷൻ റിയാക്ടർ ആണ് അല്ലേ? ഫിഷൻ റിയാക്ഷൻ ആണ് പറയുന്നത്. ഇവിടെ ന്യൂട്രോൺസിന്റെ അളവ് ആ റിയാക്ടറിൽ കൂടുന്നതാണോ കുറയുന്നതാണോ നല്ലത്? സാഹചര്യങ്ങൾക്കനുസരിച്ചോ? യുറാനിയം അല്ല, ന്യൂട്രോണിന്റെ അളവ് റിയാക്ടറിനുള്ളിൽ കൂടുന്നതാണോ കുറയുന്നതാണോ? ന്യൂട്രോൺ കൂടിയ സ്പ്ലിറ്റിംഗ് കൂടും. സ്പ്ലിറ്റിംഗ് കൂടിയ ചെയിൻ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കും. ചെയിൻ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന പോലെ ന്യൂട്രോണിൻ്റെ അളവ് കുറയുന്നതല്ലല്ലോ, ന്യൂട്രോണിൻ്റെ അളവ് കൂടുന്നതോ അല്ലെങ്കിൽ അത് ഉള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതോ അല്ലേ ബെറ്റർ. അപ്പോൾ നോക്കൂ, ഇവിടെ ഹെവി വാട്ടർ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്ത്? ബിക്കോസ് ഹെവി വാട്ടർ അബ്സോർബ് ഫ്യൂവർ ന്യൂട്രോൺസിനെ മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ എന്താ? വളരെ കുറച്ച് ന്യൂട്രോൺസ് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. ബാക്കി എന്ത് ചെയ്യും? അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ചെയിൻ റിയാക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ കാരണമാകും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ആൻഡ് ദിസ് റിയാക്ടർ ക്യാൻ യൂസ് നാച്ചുറൽ അൺറിച്ച്ഡ് യുറേനിയം ആസ് ഫ്യൂവൽ. എന്താണ് നാച്ചുറൽ അൺറിച്ച്ഡ് യുറേനിയത്തിന്റെ സ്പെഷ്യാലിറ്റി? എന്തായിരുന്നു സ്പെഷ്യാലിറ്റി? അത് ഫിസൈലാണോ ഫെർട്ടൈലാണോ? ഫിസൈലാണോ ഫെർട്ടൈലാണോ? ഫെർട്ടൈൽ. ഫെർട്ടൈൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫെർട്ടൈൽ യുറേനിയം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഈവൻ നമ്പർ വെച്ച് ഐഡന്റിഫൈ. ഫിസൈലാണോ ഫെർട്ടൈലാണോ നല്ലത്? ഫിസൈലാണ് നല്ലത്. ഫെർട്ടൈൽ ഭയങ്കര പാടാണ് അല്ലേ? കാര്യം ഫെർട്ടൈലിനകത്ത് റിയാക്ഷൻസ് വളരെ കുറവാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ന്യൂട്രോൺസ് വന്ന് തട്ടിയിട്ട് പിന്നെ അവനെ ഫിസൈൽ ആയതിനു ശേഷമൊക്കെ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഈ പറയുന്ന ആ ഒരു ചെയിൻ റിയാക്ഷൻ നടക്കുള്ളൂ. ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഫെർട്ടൈൽ ആയിട്ടുള്ള യുറേനിയത്തിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ. പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിലാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന അൺഎൻറിച്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള യുറേനിയത്തിനെ യൂസ് ചെയ്യുന്നത്. എന്ത്? ഫിസൈലും പറ്റും. അവർക്ക് വെച്ചാൽ വേറെ ഒന്നും അല്ലടാ. ഫിസൈൽ ഇവിടെ ഇന്ത്യക്കകത്ത് അവൈലബിലിറ്റി വളരെ കുറവാണ്. ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഫിസൈലിൻ്റെ അവൈലബിലിറ്റി ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ. ബാക്കി മെജോറിറ്റി സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചോളം നമുക്ക് ഫെർട്ടൈൽ ആയിട്ടുള്ള ഈ ഫ്യൂവലിൻ്റെ അളവാണ് വളരെ കൂടുതൽ. ലൈക്ക് തോറിയം, അതുപോലെ എന്താ പറയുക യുറാനിയം 238 പോലെയൊക്കെ ഫെർട്ടൈൽ ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്യൂവലിൻ്റെ അളവാണ് വളരെ കൂടുതൽ. അപ്പം നമുക്ക് അതല്ലേ ഉപയോഗിക്കാൻ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അതല്ലേ. അപ്പം എന്ത് ചെയ്യും? അതാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നേ ഉള്ളൂ. സ്വിച്ച് ചെയ്യും. ഈ സാധനം ആദ്യം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടും. ഇവൻ എന്ത് ചെയ്യും? ന്യൂട്രോൺസിനെ ആ ഒരു ചൂടിന്റെ ആ ഒരു പ്രഷറിനകത്ത് ചൂടിനകത്ത് ഇരുന്ന് ഇവൻ എന്ത് ചെയ്യും? എക്സ്പാൻഡ് ആകും. അതിനകത്ത് ന്യൂട്രോൺസിന്റെ കൊളിഷൻ സംഭവിക്കും. ഫിസൈലായിട്ട് മാറും. ഫാസ്റ്റ് ന്യൂട്രോൺസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇവൻ ഫെർട്ടൈലിരിക്കുന്നവൻ ഫിസൈലാവും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചില്ലേ ഫെർട്ടൈലിനെ എങ്ങനെയാണ് ഫിസൈലാക്കുന്നത്? ഒരു ഫാസ്റ്റ് ന്യൂട്രോണിനെ കൊണ്ട് കൊളൈഡ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പം ഇവൻ ആദ്യം എന്ത് ചെയ്യും? അത് വിഴുങ്ങിയിട്ട് എന്ത് ചെയ്യും? ഫിസൈലായി മാറും. ഫിസൈലായിട്ട് പിന്നെ എന്ത് ചെയ്യും? ചെയിൻ റിയാക്ഷൻ നടക്കും. ഓക്കെ അല്ലേ? ശരി. Pressurized heavy water reactor. These reactors use heavy water, that is deuterium oxide, instead of regular light water. Because heavy water absorb fewer neutrons, this reactor can use natural enriched uranium as fuel. ഇതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഇതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്. ഓക്കെ ആണല്ലോ? ശരി. അടുത്തത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മോഡറേറ്റർ ആൻഡ് കൂളന്റ്. ഹെവി വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും, വിച്ച് ഈസ് മോർ എഫിഷ്യൻറ്റ് അറ്റ് സ്ലോയിങ് ഡൗൺ ന്യൂട്രോൺസ് ദാൻ ലൈറ്റ് വാട്ടർ, അലൗ ദ റിയാക്ടർ ടു ഓപ്പറേറ്റ് വിത്തൗട്ട് എക്സ്പെൻസീവ് യുറേനിയം എൻറിച്ച്മെന്റ്. ഇവിടെ മെയിനായിട്ട് എന്താ? ഇവിടെ മോഡറേറ്ററും കൂളന്റും ഒരാൾ തന്നെയാണ്. ആരാണ്? D2O.
ഹെവി വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ ഇവിടെ മെയിനായിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, വലിയ രീതിയിലുള്ളൊരു സ്ലോ ഡൗണിൻ്റെ ആവശ്യമില്ല. കാര്യം ആര് തന്നെ അത് ചെയ്തോളും, ഈ പറഞ്ഞ D2O തന്നെ അത് ചെയ്തോളും. ഓക്കെ, ദെൻ റീഫ്യൂവലിംഗ്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് ആണ്, ഈ റിയാക്ടറിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് റീഫ്യൂവൽ ചെയ്യാൻ പറ്റും. സാധാരണ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നോക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് റീഫ്യൂവൽ ചെയ്യണമെങ്കിൽ ആ റിയാക്ടർ ഷട്ട് ഡൗൺ ചെയ്യണം. അത് ഓഫ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഫ്യൂവലിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറയുന്ന പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറിൽ അത് റണ്ണിങ് നടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഫ്യൂവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സിൻ്റെ ഒരു പയനിയർ എന്ന് പറയാൻ പറ്റുന്ന ആരെയാണ്, കാനഡയാണ് കേട്ടോ. കാനഡയാണ്. അവരുടെ തന്നെ ഈ പറഞ്ഞ CANDO എന്ന് പറയുന്ന ആ ഒരു ഡിസൈനാണ് കൂടുതലായിട്ടും എവിടെ യൂസ് ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളിലും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യ ഇൻഡിജീനിയസ് ആയിട്ട് ഒരു ഇന്ത്യൻ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ആ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യൻ ടെക്നോളജി തന്നെയാണോ? അല്ല, ഇന്ത്യയിൽ കനേഡിയൻ ടെക്നോളജി ഉണ്ട്, പക്ഷെ നമുക്ക് ഇൻഡിജീനിയസ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, 100% ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ 100% യൂസ് ചെയ്യുന്ന ടെക്നോളജി കനേഡിയൻ ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇന്ത്യയിൽ 100% ആയിട്ട് ഇൻഡിജീനിയസ് ആയിട്ട് തന്നെയാണ് പോകുന്നത് പറഞ്ഞാൽ അതും തെറ്റാണ്. ഓക്കെ, ഇൻഡിജീനിയസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഒരു അബ്സല്യൂട്ട് ടേമിൽ മൊത്തത്തിൽ ഇൻഡിജീനിയസ് ആണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. 100% ഇൻഡിജീനിയസ് ആണെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. അത്രേ. അടുത്തൊരു ടൈപ്പ് ഓഫ് റിയാക്ടർ ആണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇതാണ് നമ്മുടെ ന്യൂസിൽ ഇപ്പൊ കിടന്ന് കറങ്ങുന്നത്, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. എന്താണത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇസ് എ അഡ്വാൻസ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ദാറ്റ് ജനറേറ്റ് മോർ ഫിസൈൽ ഫ്യൂവൽ ദാൻ ഇറ്റ് കൺസ്യൂംസ് വൈൽ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി. എന്താ എഴുതിയേക്കണേ? ഒരു റിയാക്ടറിൽ സാധാരണ എന്താ ചെയ്യുക, അതിനകത്ത് ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടാകും. ഫിസൈൽ മെറ്റീരിയലിനകത്ത് ന്യൂട്രോൺസ് അറ്റാക്ക് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി സ്പ്ലിറ്റ് ആകുന്നു, എനർജി ക്രിയേറ്റ് ചെയ്യുന്നു ആണല്ലോ. എന്ന് വെച്ചാൽ ഫിസൈൽ മെറ്റീരിയൽ തട്ടുന്നു, പോകുന്നു. പയ്യെ പറഞ്ഞ ഫിസൈൽ മെറ്റീരിയലിൻ്റെ അളവ് കുറയും ഇല്ലേ, ഫ്യൂവലിൻ്റെ അളവ് കുറയും. വണ്ടി ഓടുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയിലെടുക്കുന്ന ഫ്യൂവലിൻ്റെ അളവ് കുറയില്ലേ, അതേപോലെ തന്നെ ബാക്കി എല്ലാ റിയാക്ടേഴ്സിനും അതിനകത്തുള്ള ഫ്യൂവലിൻ്റെ അളവ് എന്താണ്, മുന്നോട്ട് എനർജി ഉണ്ടാകും തോറും കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ എന്താ അവസ്ഥയെന്ന് വെച്ചാൽ കുറയില്ല. എന്ന് വെച്ചാൽ അതിനകത്തുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒരു ഫെർട്ടൈൽ ആയിക്കോട്ടെ ഫിസൈൽ ആയിക്കോട്ടെ, ഈ മെറ്റീരിയലിനെ എന്ത് ചെയ്യും, അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ഓരോ എനർജി പ്രൊഡക്ഷനിലും ഇവർ കൺസ്യൂം ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാനും സഹായിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്ര ജസ്റ്റ് ഒന്ന് കേൾക്കുക. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ് ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ടർ ദാറ്റ് ജനറേറ്റ് more fissile fuel than it consumes while producing electricity. Okay, unlike conventional reactor that use conventional reactoril സാധാരണ എന്താ യൂസ് ചെയ്യുന്നത്, സ്ലോ ആൻഡ് തെർമൽ ന്യൂട്രോൺസ് ആണെങ്കിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് ന്യൂട്രോൺസിനെ ആയിരിക്കും. ഈ ഫാസ്റ്റ് ഫോർ ദി സ്പീഡ് ഓഫ് ന്യൂട്രോൺ. ബ്രീഡർ മീൻസ് എന്താ, പ്രൊഡ്യൂസിങ് അല്ലേ. ഓക്കെ, to convert abundant non-fissile isotopes like uranium-230. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ഇതിലെന്ന്? ഇതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂവൽ എന്ത് ടൈപ്പ് ഫ്യൂവൽ ആയിരിക്കും? ഫിസൈലാണോ ഫെർട്ടൈൽ ആണോ? ഫെർട്ടൈൽ. കാര്യം എന്താ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എന്താ നോൺ ഫെർട്ടൈൽ ഫ്യൂവൽ. രണ്ടാമത് ഇതിനകത്ത് എന്താ മെയിനായിട്ട് വരുന്നത്? ഇതിനകത്ത് സ്ലോ ന്യൂട്രോൺ ആണോ ഫാസ്റ്റ് ന്യൂട്രോൺ ആണോ? ഫാസ്റ്റ്. ഇത്രയും കാര്യം മെയിനായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഹൗ ഇറ്റ്സ് വർക്ക്. ഫസ്റ്റ് നമുക്ക് ബ്രീഡിംഗ് പ്രോസസ്സ് നോക്കാം. ദ റിയാക്ടർ കോർ. ഇവിടെ നമുക്ക് സിംപ്ലി മിസ് ആദ്യം ഒന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇതാണ് റിയാക്ടർ എങ്കിൽ ഈ റിയാക്ടറിൻ്റെ ഇതാണ് റിയാക്ടർ നോക്കി. ഈ റിയാക്ടറിൻ്റെ ഈ ഉൾവശം ഉണ്ടല്ലോ, ഈ ഉൾവശം മൊത്തം എന്ത് മെറ്റീരിയലാണ്? ഫെർട്ടൈൽ മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്താണ് ഒരു റിയാക്ടറിനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ആ റിയാക്ടറിൻ്റെ വോള് ചുറ്റും, ഇപ്പോൾ ഇതാണ് റിയാക്ടർ എങ്കിൽ ഇതിൻ്റെ ഈ വോളിൽ മൊത്തം എന്ത് മെറ്റീരിയലാണുള്ളത്? ഫെർട്ടൈൽ മെറ്റീരിയലാണുള്ളത്. എന്നിട്ട് ഇതിനകത്ത് അവർ എന്ത് കൊണ്ടിടും? ഒരു ന്യൂട്രോൺസിനെ കൊണ്ടിടും. എന്നിട്ട് ഈ പറഞ്ഞ ഹെവി പ്രഷറിൽ ആ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒരു എഫക്റ്റിൽ ഈ ന്യൂട്രോൺ എന്ത് ചെയ്യും? ഈ പറയുന്ന വോളിൽ പോയി ഇടിക്കും. അത് മൂവ് ചെയ്യാൻ തുടങ്ങും, വോളിൽ പോയി ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ന്യൂട്രോൺസ് ഫാസ്റ്റ് ആയിട്ട് ഈ വോളിൽ പോയി ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കും?
ഇവിടെയൊക്കെ എന്തുണ്ടാക്കും? അത് ഫിഷൻ ഉണ്ടാക്കും. ഫിഷൻ പ്രോസസ്സ് നടക്കും. അങ്ങനെ ഈ ഫെർട്ടൈൽ മെറ്റീരിയൽസ് എന്തായിട്ട് മാറും? ഫിസൈലായി മാറും. ഓരോ തവണ ഇടിക്കുമ്പോഴും എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓരോ തവണ ഇടിക്കുമ്പോഴും ഫിസൈൽ ഫെർട്ടൈലായി മാറും. ഫെർട്ടൈൽ ഫിസൈലായി മാറും. ആ ഫിസൈൽ മെറ്റീരിയലിനെ വീണ്ടും പോയിടിക്കും. എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്ത് ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കും. ആദ്യം ന്യൂട്രോൺ പോയിടിക്കുന്നത് അവിടെയാണ്. അവിടെ പോയൊരു ഫോർ എക്സാമ്പിൾ സപ്പോസ് ചെയ്യുക, അവിടെ പോയി ഇടിക്കുന്നു. അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഫെർട്ടൈൽ മെറ്റീരിയൽ ഉണ്ട്. അവിടെ ഫിഷൻ നടക്കുന്നു. അവിടെ നിന്ന് ഫിസൈൽ മെറ്റീരിയൽ ഫോം ചെയ്യുന്നു. വീണ്ടും ന്യൂട്രോൺസ് പോയി ആ ഫിസൈൽ ഇടിക്കുന്നു. ന്യൂട്രോൺസും ഫോം ചെയ്യുന്നു, എനർജി ഫോം ചെയ്യുന്നു, വീണ്ടും ഫിസൈൽ മെറ്റീരിയൽ ഫോം ചെയ്യുന്നു. ഈ പുതിയ ഉണ്ടാകുന്ന ന്യൂട്രോൺ പോയി വേറൊരു വോളിൽ തട്ടുന്നു. അവിടുന്ന് വീണ്ടും ഫെർട്ടൈൽ മെറ്റീരിയൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഫിസൈൽ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എനർജി ഉണ്ടാകും. എന്ന് വെച്ചാൽ ഈ എൻ്റെയർ ചുറ്റുപാടുള്ള വോളിൽ നിന്ന് എൻ്റെയർ ഫെർട്ടൈൽ മെറ്റീരിയൽ തീരുന്നത് വരെ ഈ പ്രോസസ്സ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഫെർട്ടൈൽ ഫിസൈലാകുന്ന മെറ്റീരിയൽസും ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ എന്താ? ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായി? വൺസ് അതിനെ റീഫിൽ ചെയ്യേണ്ടി വരും, ഇതില്ലെന്നല്ല. പക്ഷെ അതിന് കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ട് മതി നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു റീഫില്ലിംഗ് സാധനം വരുന്നത്. അപ്പോൾ എന്താ? ദ റിയാക്ടർ കോർ ഈസ് സറൗണ്ടഡ് ബൈ എ ബ്ലാങ്കറ്റ് ഓഫ് ഫെർട്ടൈൽ മെറ്റീരിയൽ. ഓക്കെ, such as ഏതാ മെറ്റീരിയൽ? യുറേനിയം 238. When fast neutrons from the core strike this blanket, ഇതാണ് when fast neutrons from the core strikes this blanket, they are captured by uranium 238 atoms. യുറേനിയം 238 ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്, ഇല്ലേ? അതിനകത്തുള്ള ഫെർട്ടൈൽ മെറ്റീരിയൽ അല്ലേ? യുറേനിയം 238 ആറ്റം എന്ത് ചെയ്യും? അതിനെ ക്യാപ്ചർ ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ട്രാൻസ്മ്യൂട്ടേഷൻ സംഭവിക്കും. എന്താ ട്രാൻസ്മ്യൂട്ടേഷൻ? ഫെർട്ടൈൽ മെറ്റീരിയൽ ഫിസൈൽ മെറ്റീരിയലായിട്ട് മാറുന്ന പ്രോസസ്സിനാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. അങ്ങനെ ട്രാൻസ്മ്യൂട്ടേഷൻ സംഭവിച്ചാൽ എന്ത് ഫോം ചെയ്യും? പ്ലൂട്ടോണിയം 239 ഫോം ചെയ്യും. ഇവിടെ എൻ്റെ ഓഡ് നമ്പർ അല്ലേ ഇത്? ഓഡ് നമ്പർ ആകുമ്പോൾ എന്ത് മെറ്റീരിയലാ? ഇറ്റ് ഈസ് ഫിസൈൽ. അവിടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? ഫെർട്ടൈൽ ആയിരുന്നു, ഇല്ലേ? ആ കോർണത്ത് ഉണ്ടായിരുന്നത് യുറേനിയം 238 ആണ്. ഇത് ഫെർട്ടൈൽ ആയിരുന്നു. എങ്ങനെ നമുക്കറിയാം? ഈവൻ നമ്പർ ആണ്. അപ്പോൾ ആറ്റം വന്ന ഒരു ന്യൂട്രോൺ ആറ്റം വന്നതിനെ തട്ടുന്നു, ഇടിക്കുന്നു. ഒരു ഫാസ്റ്റ് ന്യൂട്രോൺ ആണ്, അത് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസ്മ്യൂട്ടേഷൻ സംഭവിച്ചു. എന്തുണ്ടായി? ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടായി. ഓക്കെ, ഇനി ഫാസ്റ്റ് ന്യൂട്രോൺസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൺവെൻഷണൽ റിയാക്ടറിൽ ഒരു മോഡറേറ്റർ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂട്രോണിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ അതിൻ്റെ ആവശ്യം അതിനെ വെച്ച് എന്ത് സംഭവിക്കും? ഫാസ്റ്റ് ന്യൂട്രോൺ ഉണ്ടെങ്കിലേ കോറിലെ ഫെർട്ടൈൽ മെറ്റീരിയൽ നമുക്ക് ഫിസൈലാക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്തില്ല? ക്യാൻ എക്സ്പ്ലിസിറ്റ്ലി അവോയ്ഡ് മോഡറേറ്റേഴ്സ്. എന്നാൽ മാത്രമേ ന്യൂട്രോൺസിൻ്റെ ആ ഒരു ഹൈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ വേറെ സംഭവം ഉപയോഗിക്കുന്നുണ്ട്, ലിക്വിഡ് മെറ്റൽ കൂളൻറ്റ്. പ്രധാനമായിട്ട് നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കത്തില്ല, പകരം ഒരു ലിക്വിഡ് മെറ്റൽ ആയിരിക്കും. ദാറ്റ് ഈസ് ലിക്വിഡ് സോഡിയം. എന്തുകൊണ്ടാണ് ലിക്വിഡ് സോഡിയം യൂസ് ചെയ്തത്? കാര്യം അതെന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് സ്ലോ ഡൗൺ ദി ന്യൂട്രോൺസ്. വാട്ടർ യൂസ് ചെയ്താൽ, ഹെവി വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ വാട്ടറോ യൂസ് ചെയ്താൽ അതിനെന്ത് സ്പെഷ്യാലിറ്റി ഉണ്ട്? ന്യൂട്രോണിൻ്റെ സ്പീഡ് കുറയ്ക്കാനുള്ളൊരു സ്പെഷ്യാലിറ്റി ആർക്കുണ്ട്? വാട്ടറിനോ ഹെവി വാട്ടറിനോ ഉണ്ട്. ന്യൂട്രോണിൻ്റെ സ്പീഡ് കുറഞ്ഞാൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പെട്ടുപോയില്ലേ? നടക്കുമോ? അപ്പോൾ എന്ത് ചെയ്യും? അതിന് പകരം ലിക്വിഡ് സോഡിയം യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ എന്തൊക്കെയാണ് പഠിച്ചത്? മെയിനായിട്ടുള്ളത് എന്താണ്? ഒന്നാമത്തെ കാര്യം, ഫ്യൂവൽ ഫെർട്ടൈലാണ് ആൻഡ് ന്യൂട്രോൺസ് എന്താണ്? ഫാസ്റ്റ് ആണ്. മോഡറേറ്റർ ഇല്ല. അതുപോലെ കൂളൻ്റ് എന്ന് പറയുന്നതാണ് വാട്ടർ അല്ല, പകരം എന്താണ്? ഒരു ലിക്വിഡ് സോഡിയം ആണ്. ആൻഡ് വൈ? സ്ലോ ഡൗൺ, ന്യൂട്രോണിനെ സ്ലോ ഡൗൺ ചെയ്യിക്കുന്നില്ല. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് നോക്കാം. എന്തായിരിക്കും മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ്? Fast breeder reactor can extract approximately 100 times more energy from the same amount of uranium. നമ്മുടെ സാധാ കൺവെൻഷണൽ ലൈറ്റ് വാട്ടർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന സെയിം യുറേനിയത്തിൽ നിന്ന് അതിനേക്കാൾ 100 മടങ്ങ് കൂടുതൽ എനർജി ആർക്ക് ഉണ്ടാക്കാൻ പറ്റും? ഈ പറഞ്ഞ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എന്താണ് ഇത്രയും ഉണ്ടായിരുന്നത് ചെയ്ത് തീർന്നുപോയി. അതേ സമയത്ത് ഇതേ സെയിം എമൗണ്ട് വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? പലതായിട്ട് വീണ്ടും ചെയ്ത് വീണ്ടും ഫോം ചെയ്ത് എന്ത് കിട്ടി? ഒരു 100% കൂടുതൽ എന്തുണ്ടാക്കാൻ പറ്റി? എനർജി ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നോക്കൂ, വേസ്റ്റ് റിഡക്ഷൻ. ദീസ് റിയാക്ഷൻസ് ക്യാൻ ബേൺ ലോങ് ലിവ്ഡ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്
ഫൗണ്ട് ഇൻ സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ പൊട്ടൻഷ്യലി റെഡ്യൂസിങ് ദ ലൈഫ് ടൈം ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ്. ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടോടാ? കാര്യം എന്താ, വീണ്ടും വീണ്ടും ഇതിനെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ പിന്നെ ന്യൂക്ലിയർ വേസ്റ്റ് ഉണ്ടാകുന്നില്ല. ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് അവനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ കോംപ്ലക്സിറ്റി, ദേ ആർ ടെക്നിക്കലി ചലഞ്ചിങ് ആൻഡ് എക്സ്പെൻസീവ്. ഇതൊരു ചലഞ്ചാണ് കേട്ടോ. ദേ ആർ ടെക്നിക്കലി ചലഞ്ചിങ് ആണ് ആൻഡ് എക്സ്പെൻസീവ് ആണ് ടു ബിൽഡ്. യൂസ് ഓഫ് ലിക്വിഡ് സോഡിയം പ്രസന്റ് സേഫ്റ്റി റിസ്ക്. കാര്യം സോഡിയം എന്താ, ഹൈലി റിയാക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. എവിടെയാണ് വാട്ടർ യൂസ് ചെയ്യുന്നത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ വാട്ടർ യൂസ് ചെയ്യുന്നേ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരിടത്ത് വാട്ടർ യൂസ് ചെയ്യും. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇത്ര നേരം ഇപ്പുറത്ത് പറഞ്ഞ കഥകളെല്ലാം ഇതിൻ്റെ കോറിനകത്തുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇതിൻ്റെ കോറിനകത്തുള്ള ആൾക്കാരാണ്. ഈ കോറിൽ ഈ പറഞ്ഞ ലിക്വിഡ് സാധനങ്ങളും എല്ലാം വെച്ച് ഇവിടെ എന്ത് ഉണ്ടാക്കും? നമ്മുടെ ഫിഷൻ സംഭവിച്ച് കഴിയുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നത്? എനർജി ഇല്ലേ? ഈ എനർജി ഉപയോഗിച്ച് എന്ത് ചെയ്യും? ഈ എനർജിനെ ഒരു ട്യൂബ് വഴി വേറൊരു ചേമ്പറിലേക്ക് കൊണ്ടുപോകും. ഒരു സെക്കൻഡ് ചേമ്പറിലുണ്ട്. ഇവിടെ ആരുണ്ട്? വാട്ടർ ഉണ്ട്. കാര്യം എന്തിനാ? ഇവനെ ചൂടാക്കണം. എന്നിട്ട് ഇവൻ്റെ ഹീറ്റ് വെച്ചിട്ടാണ് നമുക്ക് ആ ഹീറ്റാണ് എവിടെ കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ടർബൈൻ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇതിനെ കറക്കിയിട്ട് വേണം നമുക്ക് എന്തുണ്ടാക്കാൻ? കറണ്ട് ഉണ്ടാക്കാൻ ഇല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ഏത് റിയാക്ടർ എടുത്താലും അവിടെ എന്തുണ്ട്? വെള്ളമുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഏറ്റവും ആദ്യം പറഞ്ഞ വാട്ടർ റിയാക്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇങ്ങനെ 3-4 പാർട്ടില്ല, എല്ലാം ഒരിടത്ത് തന്നെ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ അല്ലെങ്കിൽ പറഞ്ഞ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്നൊക്കെ പറയുമ്പോൾ ആ മിസ് എന്ന് പറഞ്ഞല്ലോ അതിനകത്ത് വെള്ളമില്ല, അങ്ങനെ വിചാരിക്കരുത്. വെള്ളം ഉപയോഗിക്കും. എവിടെ എവിടെ? ഈ പറഞ്ഞ എനർജി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്ത് എവിടെ ഉപയോഗിക്കുന്നുണ്ട്? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. യെസ്, അതുകൊണ്ട് എന്താ പറഞ്ഞത്, ഇവിടെ ഇവർ ടെക്നിക്കലി കുറച്ച് ചലഞ്ചിങ് ആണ്, അതുപോലെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സോഡിയം, ലിക്വിഡ് സോഡിയത്തിന് എന്തൊരു പ്രത്യേകതയുണ്ട്? ഇത് എപ്പോഴെങ്കിലും വെള്ളമായിട്ടോ എയറായിട്ടോ കോണ്ടാക്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? തീയൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇതാണ് ഒരു ചലഞ്ചിങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഓക്കെ ഓക്കെ while many countries explored breeder technology in 20th century, most programs are halted due to this cost and safety issue. കാരണം ലോകത്ത് അങ്ങനെ അധികം ഇല്ല. And India is the major proponent. India is the major proponent of this technology as the second stage. നമുക്ക് നോക്കുക, ഇന്ത്യക്ക് 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമാണ് ഉള്ളത്. 3 സ്റ്റേജ്, നമ്മൾ ഓരോരോ സ്റ്റേജുകളായിട്ടാണ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ സെക്കൻഡ് സ്റ്റേജിലാണ് പ്രധാനമായിട്ടും ഏത് വരുന്നത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടേഴ്സ് വരുന്നത്. നോക്കുക, ഇന്ത്യക്ക് പറയാം ഇന്ത്യക്ക് പ്രധാനമായിട്ടും 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ റിയാക്ടേഴ്സ്. അതൊന്നെങ്കിൽ ബോയിലിംഗ് വാട്ടർ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെവി വാട്ടർ ആകാം, അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ ആകാം. പ്രധാനമായിട്ടും നമ്മൾ പ്രഷറൈസ്ഡ് ഹെവി വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് പറഞ്ഞുതരാം. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജാണ് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ ഇന്ത്യയുടെ. സെക്കൻഡ് സ്റ്റേജിൽ വരുന്നതാണ് എന്ത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈസ് എ മേജർ പ്രൊപ്പോണൻ്റ് ഓഫ് ദിസ് ടെക്നോളജി എന്ന് പറയുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടർ ആയിക്കോട്ടെ, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ ആയിക്കോട്ടെ, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആയിക്കോട്ടെ, ഇന്ത്യ ഇത് 3 വലിയൊരു പ്രൊപ്പോണൻ്റ് ആണ്. നമ്മളിത് ഭയങ്കരമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. പോയി ഇത്ര നേരം ഞാൻ പറഞ്ഞു വെച്ച് നിൽക്കുന്നത് തോന്നുന്നത്. നമുക്ക് എനർജി ആവശ്യമുണ്ട്, അതല്ലാണ്ട് എന്താ കാര്യം? യെസ്, ഫ്യൂവൽ. നമുക്കുള്ള ഫ്യൂവൽ എന്താ? ഫെർട്ടൈൽ ഫ്യൂവലാണ് നമുക്ക് അബണ്ടൻ്റ് ആയിട്ടുള്ളത്. ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഫെർട്ടൈൽ ഫ്യൂവലാണ് വേണ്ടത്, ആണല്ലോ. സോ അത് ആ ഒരു ലോജിക്ക് എപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ എന്താ ഇന്ത്യസ് ഫസ്റ്റ്, ഓക്കെ, എന്താ ഇന്ത്യ ഇസ് എ മേജർ പ്രൊപ്പോണൻറ്റ് ആൻഡ് അത് സെക്കൻഡ് സ്റ്റേജിലാണ്. ഇന്ത്യ ഇസ് എ മേജർ പ്രൊപ്പോണൻറ്റ്, സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനിയസ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുക. പ്രോട്ടോടൈപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല എന്ന് വെച്ചാൽ നമുക്കൊന്ന് കാണിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ പേനയാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ പേനയുടെ ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ഇൻവെസ്റ്റേഴ്സൊക്കെ ചോദിക്കും, ഒരു മോഡൽ കാണിക്കുമെന്ന് പറയും ഇല്ലേ? ആ മോഡലിനെയാണ് നമ്മളെന്ത് പറയുക? പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. അപ്പോൾ എന്താ? ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജിനിയസ് പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ അറ്റ് എവിടെയാ? കൽപ്പാക്ക. റീസെന്റ് ന്യൂസ് ആയിരുന്നു. എന്താണ്? reaches major milestone by achieving its first criticality. എന്താണ് ക്രിട്ടിക്കാലിറ്റി? വാട്ട് ഇസ് എ ക്രിട്ടിക്കാലിറ്റി ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ? ആ വാക്കിൻ്റെ അർത്ഥം എന്താ? റിസൾട്ട് കണ്ടു തുടങ്ങും, അതാണോ?
ഒരു ഫാക്റ്റാണ്. യഥാർത്ഥത്തിൽ ക്രിട്ടിക്കാലിറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്, സെൽഫ് സസ്റ്റെയിനിങ് ചെയിൻ റിയാക്ഷൻ. കുറച്ചധികം സമയത്തേക്ക് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിൻ റിയാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വെക്കുന്നു. അവിടെ എന്തായാലും ആദ്യം പരീക്ഷണങ്ങളായിരിക്കുമല്ലോ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ പറയുന്ന ഫ്യൂവൽ പ്രോപ്പറായിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ഈ പ്രോപ്പറായിട്ട് പോയി ഹിറ്റിംഗ് നടത്തി ഫെർട്ടൈൽ ഫിസിലായിട്ട് നടക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ വൺസ് ഈ പറയുന്ന റിയാക്ടറിൽ കുറച്ചധികം സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 1 മിനിറ്റിലൊക്കെ താഴെ ആയിരിക്കും മേ ബി. ചിലപ്പോൾ അത് ഇപ്പോൾ ഏറ്റവും വലിയ കുറേ ദൂരം പോയ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞാൽ 22 മിനിറ്റ് മാക്സിമം പോയിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാം ഇപ്പോൾ എല്ലാം പ്രോട്ടോടൈപ്പാണ്, ഒന്നും അങ്ങനെ റണ്ണിങ് ആയിട്ട് ആക്റ്റീവായിട്ട് വന്നിട്ടില്ല, എല്ലാം പ്രോട്ടോടൈപ്പാണ്. ഇങ്ങനെ കുറച്ചധികം സമയത്തേക്ക് ഈ പറയുന്ന ഒരു ചെയിൻ റിയാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാം, ക്രിട്ടിക്കാലിറ്റി എന്ന് പറയാം. പിന്നെ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ നമുക്ക് കൂട്ടി മാസങ്ങളും വർഷങ്ങളും ഡെക്കേഡ്സും ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് റിയാക്ടർ ഈസ് ഡിസൈൻഡ് ടു യൂസ് യുറേനിയം പ്ലൂട്ടോണിയം മിക്സഡ് ഓക്സൈഡ് ഫ്യൂവൽ. എന്ന് വെച്ചാൽ എന്താ, 2 ഫ്യൂവലിനെ മിക്സ് ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. യുറേനിയം പ്ലൂട്ടോണിയം മിക്സ്ഡ് ഓക്സൈഡ് ഫ്യൂവൽ ആൻഡ് വിൽ ഇവൻച്വലി ഹെൽപ്പ് ഇന്ത്യസ് യൂട്ടിലൈസ് വാസ്റ്റ് തോറിയം റിസർവ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറാണ്, പ്രോട്ടോടൈപ്പ് ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ക്രിട്ടിക്കാലിറ്റി വന്നു. ക്രിട്ടിക്കാലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, കുറച്ച് നേരം ആ പറയുന്ന ചെയിൻ റിയാക്ഷൻ നമുക്ക് സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ട് നിലനിർത്താൻ പറ്റി. അതിന് തന്നെ ആ റിയാക്ടറിന് തന്നെ കുറച്ചധികം നേരം ഈ പറയുന്ന റിയാക്ഷൻസ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയെന്ന് അർത്ഥം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത സ്ലൈഡിലുണ്ടത്. What is criticality? In nuclear physics, criticality is a state of nuclear reaction where a self-sustaining chain reaction is maintained. അല്ലേ, ഒരു സെൽഫ് സസ്റ്റെയിൻ ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രിട്ടിക്കാലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദ സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് എ റിയാക്ടർ വേർ ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫിഷൻ exactly balance the number of neutrons lost through their leakage or absorption. എന്ന് വെച്ചാൽ എന്താ, അതിനകത്ത് ഇപ്പോൾ ഒരു ഈ ന്യൂട്രോൺ ഒരു വലിയ ഇതിനകത്ത് പോയി ഇടിക്കുന്നു. അപ്പോൾ ഇത് ഫെർട്ടൈൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതങ്ങ് വിഴുങ്ങും. അപ്പോൾ ഇവനങ്ങ് പോയി ആയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇവൻ ഫിസിക്കലായിട്ട് ഇവൻ്റെ അടുത്ത് വേറൊരിടത്തും വന്നൊരു സ്ലോ ന്യൂട്രോൺ വന്ന് തട്ടുമ്പോൾ ഇവൻ എന്ത് ചെയ്യും, 2-3 ന്യൂട്രോൺസിനെ ഉണ്ടാക്കും, അതിൻ്റെ ഇടയിൽ കൂടെ എനർജി ഉണ്ടാക്കും. നോക്കുക, മോസ്റ്റ് ഓഫ് ദ റിയാക്ടേഴ്സിലും ഈ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രോൺസിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ ഫ്യൂവൽ തീർന്നു പോകുന്നത്, ഇല്ലേ? കാരണം പിന്നെ അങ്ങോട്ട് ഇടിക്കാൻ ന്യൂട്രോൺസ് ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണല്ലോ ഫ്യൂവൽ തീർന്നു പോകുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രോൺസിൻ്റെ എണ്ണം ഇസ് ഈക്വൽ ടു റിലീസ് ചെയ്യുന്ന ന്യൂട്രോണിൻ്റെ എണ്ണം. എന്ന് വെച്ചാൽ എന്താ, മെയിൻറ്റെയിൻ ചെയ്യല്ലേ. എന്നുവെച്ചാൽ ന്യൂട്രോൺസിൻ്റെ അവിടെ അളവ് കുറയുന്നേ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ, ഈ പറയുന്ന ചെയിൻ റിയാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, ക്രിട്ടിക്കാലിറ്റി നമുക്കിപ്പോൾ ആദ്യം കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ ടെക്നോളജിക്കലി നമുക്ക് കൂട്ടിയൊക്കെ ആയിരിക്കും ഏത് ഫ്യൂവൽ യൂസ് ചെയ്യണം, ഏത് ടൈപ്പ് ഫ്യൂവൽ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ളത് നമുക്ക് പിന്നെ നോക്കും. ഓക്കെ, ഉണ്ട്, റഷ്യയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്രിട്ടിക്കാലിറ്റി എന്ന വാക്കെന്ന് വെച്ചാൽ വെൻ എ ന്യൂ റിയാക്ടർ ലൈക്ക് ഇന്ത്യസ് ഖാക്ര പെർ യൂണിറ്റ് 4 ഓർ ദാറ്റ് PFBR at കൽപ്പാക്കം അച്ചീവ് ഇറ്റ്സ് ഫസ്റ്റ് സെൽഫ് സസ്റ്റെയിനിങ് ചെയിൻ റിയാക്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് അറ്റൈനിങ് ക്രിട്ടിക്കാലിറ്റി. യെസ്, റഷ്യയുടെ ഹെൽപ്പ് ഉണ്ട് അവിടെ. റഷ്യയുടെ ഹെൽപ്പുണ്ട്, വേറെ ഏതോ 2 രാജ്യങ്ങളുടെ ഹെൽപ്പുണ്ട്. ഓക്കെ, റഷ്യയാണ് മെയിൻ. ശരി, അപ്പോൾ അങ്ങനെ ഒരു പുതിയ റിയാക്ടർ ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു സെൽഫ് സസ്റ്റെയിനിങ് ചെയിൻ റിയാക്ഷൻ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, അറ്റൈനിങ് ക്രിട്ടിക്കാലിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമുക്ക് 2 ചാൻസസ് ഉണ്ട്, 2 ടൈപ്പ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ന്യൂട്രോൺ ഈസ് പ്രോംപ്റ്റ് ന്യൂട്രോൺ, സെക്കൻഡ് ടൈപ്പ് ന്യൂട്രോൺ ഈസ് ഡിലേഡ് ന്യൂട്രോൺ. നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സോർബ് ചെയ്യുന്നത് അത്രയും അളവിൽ റിലീസ് ചെയ്യും ന്യൂട്രോൺസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസ് 2 ടൈപ്പിലുണ്ട്. ഒന്ന് പ്രോംപ്റ്റ് ന്യൂട്രോൺ, 2 ഡിലേഡ് ന്യൂട്രോൺ. പ്രോംപ്റ്റ് ന്യൂട്രോൺ നോക്കുക, അതിന് കുറച്ച് സ്പീഡ് കൂടുതലാണ്. എന്നുവെച്ചാൽ ഫിഷൻ്റെ തൊട്ടടുത്ത സെക്കൻഡ്, ഒരു 10⁻⁻14 സെക്കൻഡ്, വളരെ ചെറിയ ടൈം അല്ലേ, ആ സമയത്ത് തന്നെ ആണ് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രോംപ്റ്റ് ന്യൂട്രോൺസ് എന്ന് വിളിക്കും. ഇതിന് എനർജി ഭയങ്കര കൂടുതലായിരിക്കും, ഇതിന് സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, രണ്ടാമത് ഡിലേഡ് ന്യൂട്രോൺസ്.
കുറച്ച് പയ്യെ സമാധാനത്തോടെ വരുന്ന ന്യൂട്രോൺസ് ആണ് ഡിലേഡ് ന്യൂട്രോൺസ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു റിയാക്ടർ ക്രിട്ടിക്കൽ ആകുന്ന സമയത്ത് പ്രോംപ്റ്റ് ന്യൂട്രോൺസ് മാത്രമാണ് ഉണ്ടാകുന്നെങ്കിൽ അത്തരം ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മൾ പ്രോംപ്റ്റ് ക്രിട്ടിക്കൽ എന്ന് പറയും. ഇത് എന്തിന് കാരണമാകും നോക്കൂ, റാപ്പിഡ് എനർജി റിലീസിന് കാരണമാകും. ഇതാണ് നമ്മൾ ചെർണോബിളിൽ കണ്ടത്. ആ റിയാക്ടർ പൊട്ടിത്തെറിക്കും, കോറ് പൊട്ടിത്തെറിക്കും. കാരണം ഇത് അത്രയും ഹൈ എനർജി ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ആ കോറിന് അതിനെ താങ്ങാൻ പറ്റത്തില്ല. ഒന്നാമത് പ്രഷർ ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ന്യൂട്രോണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, അത് ഭയങ്കര ആക്റ്റീവായിരിക്കും, ഭയങ്കര സ്പീഡായിരിക്കും, ഭയങ്കര എനർജി ആയിരിക്കും. അപ്പോൾ പ്രോംപ്റ്റ് ന്യൂട്രോൺസ് മാത്രമാണ് ഈ പറയുന്ന കോറിൽ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ അതിനെ പ്രോംപ്റ്റ് ക്രിട്ടിക്കൽ എന്ന് പറയും. ഇത് എന്തിന് കാരണമാകും, ഹെവി എനർജി റിലീസിനും അതുപോലെ തന്നെ എന്താ പറയുക റാപ്പിഡ് എനർജി, അതുപോലെ അത് ചെർണോബിൾ ഡിസാസ്റ്റർ പോലത്തെ ഒരു ഡിസാസ്റ്ററിന് കാരണമാകും. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ നോക്കൂ, ഡിലേഡ് ന്യൂട്രോൺസ് ആണെങ്കിൽ മോഡേൺ ദിസ് ലൈക്ക് ഈ പ്രഷർ ഹെവി വാട്ടറിനകത്തൊക്കെ യെസ് പ്രധാനമായിട്ടും. അപ്പോൾ ഈ പറഞ്ഞ പ്രോംപ്റ്റ് ന്യൂട്രോൺസ് ആണ് മാത്രം ഉണ്ടാകുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, അതിനെ നമുക്ക് ഡിലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മോഡറേറ്റർ യൂസ് ചെയ്യുന്നു, ഇതിനെ ഡിലേ ചെയ്യിക്കുന്നു, നമ്മൾ ഈ പ്രോംപ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റുന്നു, എന്നിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഡിലേഡ് മാത്രമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. എന്താ അർത്ഥം, കാര്യം അവൻ പാവമാണ്, സ്ലോ ആണ്, അത്യാവശ്യം ഒരു മോഡറേറ്റ് സ്പീഡേ കാണത്തുള്ളൂ, നമുക്ക് ആവശ്യമുള്ള സ്പീഡ് ആവശ്യമുള്ള സാധനം എല്ലാം. ഇവനാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മോഡറേറ്ററും കൂടെ യൂസ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ ഫിഷൻ നടക്കുമ്പോൾ മനസ്സിലായില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ എന്താടാ മോനെ ഇവിടെ സംഭവിച്ചെന്താ, ഈ ക്രിട്ടിക്കാലിറ്റി എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്, ചെയിൻ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ ചെയിൻ റിയാക്ഷൻ നടക്കുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞു, എന്താണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, എന്താ ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റീസൺ എന്താ, അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രോൺസിൻ്റെ അതേ അളവിൽ ന്യൂട്രോൺസ് റിലീസ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ന്യൂട്രോൺസ് ഉണ്ടാവുന്നുണ്ടല്ലോ, ഒരു ന്യൂട്രോൺ അകത്ത് കയറുന്നു, ഒരു ന്യൂട്രോൺ റിലീസ് ആവുന്നു. ഈ റിലീസ് ആവുന്ന ന്യൂട്രോൺസ് റിലീസ് ആവുന്നത് എങ്ങനെയാണ്, ഫിഷൻ റിയാക്ഷൻ ആയിട്ടാണ് റിലീസ് ആവുന്നത്. ആ റിലീസ് ആവുന്ന ന്യൂട്രോൺസ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് റിലീസ് ആവുന്നതെങ്കിൽ ആ തരം ന്യൂട്രോൺസിനെ നമ്മൾ പ്രോംപ്റ്റ് ന്യൂട്രോൺസ് എന്ന് വിളിക്കും. ഇവന് എനർജി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മുടെ കഷ്ടകാലത്തിന് റിയാക്ടറിനകത്ത് പ്രോംപ്റ്റ് ന്യൂട്രോൺസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇരിക്കട്ടെ, അപ്പോൾ എന്താ അവസ്ഥ, പൊട്ടിത്തെറിക്കും. ചെർണോബിൾ പോലത്തെ ഒരു വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പറയാൻ പറ്റുമോ ഡിലേഡ് ന്യൂട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിന് കൂടെ ഒരു അഡീഷണൽ സാധനം കൂടെ വയ്ക്കും, ദാറ്റ്സ് ഒരു എക്സ്ട്രാ മോഡറേറ്റർ, അല്ലെങ്കിൽ മോഡറിൻ്റെ അളവ് കൂട്ടും, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മോഡറേറ്റർ നമ്മൾ വയ്ക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മുടെ ഭാഗ്യത്തിന് ഡിലേഡ് ന്യൂട്രോൺസ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ എന്താ, ഒന്നും ചെയ്യേണ്ട. ഓക്കെ, നോക്കൂ, ടുഡേ ഓൺലി റഷ്യ ഓപ്പറേറ്റ്സ് കൊമേഴ്ഷ്യൽ സ്കെയിൽ FRB. ഓക്കെ, റഷ്യയിൽ മാത്രമേ നമുക്ക് എന്ത് കാണുന്നുള്ളൂ, കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കാണുന്നു. നിലവിൽ റഷ്യയിൽ മാത്രമേ ഉള്ളൂ കൊമേഴ്ഷ്യൽ, പക്ഷെ അവിടെ പ്രോട്ടോടൈപ്പ് അല്ല. അതിൻ്റെ പേര് ഇതാണ് BN600 ആൻഡ് BN800. ഓക്കെ ഓക്കെ യെസ്, അടുത്താണ് ഇന്ത്യയുടെ 3-stage ന്യൂക്ലിയർ പ്രോഗ്രാം. ഇന്ത്യയുടെ 3-stage ന്യൂക്ലിയർ പ്രോഗ്രാം നോക്കൂ. ഇന്ത്യയുടെ 3-stage ന്യൂക്ലിയർ പ്രോഗ്രാം ഈസ് എ സ്ട്രാറ്റജിക് റോഡ് മാപ്പ് ഫോർമുലേറ്റഡ് ബൈ ആരായിരിക്കും, ബാബ, ഹോമി ജഹാംഗീർ ബാബ in 1950s. Its primary objective is to achieve long-term energy, വാക്ക് ശ്രദ്ധിക്കുക, long-term energy independence. നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചോളം എനർജി, ന്യൂക്ലിയർ എനർജിയിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, സഫിഷ്യൻ്റ് ആവണമെന്നാണല്ലോ ഇൻഡിപെൻഡൻ്റ് എന്ന് വെച്ചാൽ. ആവണമെങ്കിൽ എന്ത് വേണം, ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കയ്യിലുള്ള സാധനം എന്താ, നമ്മുടെ കയ്യിലുള്ള ഫ്യൂവലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, തോറിയാണ് മെയിനായിട്ടുള്ളത്. ആ സ്പെഷ്യാലിറ്റി എന്താ, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, ഫെർട്ടൈലാണ്. സോ ഫെർട്ടൈൽ ഫ്യൂവൽ യൂസ് ചെയ്യാൻ പറ്റുന്ന റിയാക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്നോളജി കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താ, പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു അച്ചീവ് ലോങ് ടേം എനർജി ഇൻഡിപെൻഡൻസ് ബൈ യൂട്ടിലൈസിങ് ഇന്ത്യസ് വാസ്റ്റ് തോറിയം റിസർവ്സ്. ഗ്ലോബൽ റിസർവിൻ്റെ തന്നെ 25% തോറിയം എവിടെ കിടക്കുക, ഇന്ത്യയിലാണ്. ഓക്കെ, വൈൽ ഓവർകമ്മിങ് ലിമിറ്റഡ് ഡൊമസ്റ്റിക് യുറേനിയം, നമുക്ക് യുറേനിയം റിസോഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജാണിത്. പക്ഷേ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ. നമ്മൾ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറാണ്. ഇവിടുത്തെ ഫ്യൂവൽ എന്താ, ഫെർട്ടൈൽ. യെസ്, എന്താണ്, നാച്ചുറൽ യുറേനിയം ആണ്. നാച്ചുറൽ യുറേനിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ, ഇതിനകത്ത് അവിടെ 0.7% മാത്രമേ ഫിസൈൽ മെറ്റീരിയൽ വരുന്നുള്ളൂ. മോഡറേറ്റർ ആൻഡ് കൂളൻ്റ് എന്താണ്, ഹെവി വാട്ടർ. ശരി, പ്രോസസ്സ് എന്തായിരിക്കും, natural uranium is used to generate electricity. During this process, the fertile uranium-232 absorbs neutron and transmute into fissile material, that is a plutonium-239.
ഫെർട്ടൈൽ ആണല്ലോ, ദറ്റ് ഈസ് ഈവൻ നമ്പർ ഓഡ് നമ്പറായി. ഓക്കെ, ദെൻ എന്നിട്ട് എന്ത് ചെയ്യും? എനർജി ജനറേറ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. This stage is mature and commercially operation, providing the bulk of ഇന്ത്യയുടെ ഒരു കറണ്ട് 8.78 ഗിഗാവാട്ട് ന്യൂക്ലിയർ കപ്പാസിറ്റി എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്? ഈ പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആരാ? ഫിസിയൽ മെറ്റീരിയൽ ആരാ? പ്ലൂട്ടോണിയം 239. ആരെയും ഉപയോഗിച്ചാൽ നമ്മൾ നാച്ചുറൽ യുറേനിയം മനസ്സിൽ വെച്ചേക്കുക. സെക്കൻഡ് സ്റ്റേജ്, നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ ആരാ വരുന്നതെന്ന് പറഞ്ഞു? ആരാ വരുന്നേ? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാ പറഞ്ഞേ? മിക്സഡ് അല്ലേ? നോക്കൂ, മിക്സഡ് ഓക്സൈഡിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മിക്സഡ് ഓക്സൈഡ് ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ആരാ വരിക? നമ്മുടെ നേരത്തെ വന്ന പ്ലൂട്ടോണിയം 239 അല്ലേ? ഫ്രം സ്റ്റേജ് 1, ദെൻ എ ഡിപ്ലീറ്റഡ് യുറേനിയം. ഡിപ്ലീറ്റഡ്, എന്താ ഡിപ്ലീറ്റഡ് യുറേനിയം? 239 അല്ല ആക്ച്വലി, ഇത് യുറേനിയം 238 ആണ്. എന്താണ് ഡിപ്ലീറ്റഡ് യുറേനിയം? ഒരു എൻറിച്ച്മെന്റ് അവിടെ നടന്നു. എൻറിച്ച്മെന്റ് ആക്ച്വലി ഒരു എന്താ പറയുക, ട്രാൻസ്മിറ്റേഷൻ നടന്നു. പക്ഷെ എന്താ സംഭവിച്ചാൽ ഇതിനകത്ത് സാധാരണ ഉള്ളതിനേക്കാളും ഫിസൈൽ മെറ്റീരിയലിന്റെ അളവ് കുറവാണ്. അത് മനസ്സിലാക്കുക. ഈ പറഞ്ഞ ഡിപ്ലീറ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം വെച്ചാൽ, ഡിപ്ലീറ്റഡ് എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ നേരത്തെ പറയുന്നത് ഒരു 0.7% നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? എന്തുണ്ടായിരുന്നു? ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ യുറേനിയത്തിൽ എന്താണ്, ഈ നമ്മുടെ നാച്ചുറൽ യുറേനിയത്തിൽ 0.7 ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഡിപ്ലീറ്റ് ഉള്ളത് 0.2% ഉള്ളൂ. അല്ല, ഇവൻ ഡിപ്ലീറ്റ്, ഇവൻ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്മിറ്റേഷൻ നടന്നതിന് ശേഷമാണ്. ഇവൻ സ്പെൻഡ് ഫ്യൂവൽ ഉള്ള ആളാണ്. സ്പെൻഡ് ഫ്യൂവൽ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്താ സ്പെൻഡ് ഫ്യൂവൽ? ലാസ്റ്റ് വരുന്ന വേസ്റ്റ് ഫ്യൂവൽ ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും അവസാനം എല്ലാ റിയാക്ഷൻസും കഴിഞ്ഞ ശേഷം വരുന്നത് മിച്ചം ഫ്യൂവലിനെയാണ് നമ്മൾ സ്പെൻഡ് ഫ്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്പെൻഡ് ഫ്യൂവൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അതിനകത്തുള്ള ഫ്യൂവലിന് എന്തോ സംഭവിച്ചു, കാര്യം ചെയിൻ റിയാക്ഷൻ സംഭവിച്ചു എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ട്രാൻസ്മ്യൂട്ടേഷൻ സംഭവിച്ചു. അപ്പോൾ ട്രാൻസ്മ്യൂട്ടേഷൻ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന യുറേനിയത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇറ്റ് ഇസ് എ ഡിപ്ലീറ്റഡ് യുറേനിയം. ഡിപ്ലീറ്റഡ് യുറേനിയം വെച്ചാൽ എന്താ? അതിനകത്ത് എന്താണ്? സാധാരണ ഉള്ളതിനേക്കാളും ഫിസൈൽ മെറ്റീരിയൽ വളരെ കുറവാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഇത് ഫിസൈൽ മെറ്റീരിയൽ ആണ്. ഇവിടെ എന്താണ്? ഇവൻ ആരാ? സോറി, ഇവൻ എന്താണ്? ഫെർട്ടൈൽ മെറ്റീരിയൽ ആണ്. ഇവൻ ആരാ? ഫിസൈൽ മെറ്റീരിയൽ. അപ്പോൾ ഫിസൈൽ ഉണ്ട് ഇതിനകത്ത്, ബാക്കി ഫെർട്ടൈൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആലോചിക്കുക, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിലുള്ള ഫ്യൂവലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഇത് മിക്സഡ് ഓക്സൈഡ് ഫ്യൂവൽ ആണ്. ഇറ്റ് ഇസ് എ ബ്ലെൻഡ് ഓഫ് ഫസ്റ്റ് സ്റ്റേജിലുള്ള പ്ലൂട്ടോണിയം 239 പിന്നെ ആ സ്പെൻഡ് ഫ്യൂവലിനകത്തുള്ള ഡിപ്ലീറ്റഡ് യുറേനിയം, ദാറ്റ് ഈസ് യുറേനിയം 238. ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ആരാ? ഈ പറഞ്ഞ ഫെർട്ടൈൽ മെറ്റീരിയലിന് വേണം, അറ്റ് ദ സെയിം ടൈം ഫിസൈൽ മെറ്റീരിയലിന് വേണം. അതുകൊണ്ടാണ് നമ്മൾ ആ മിക്സ് യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ കോറിൽ ആരാ ഉള്ളത്? ചുറ്റും ആരെയാണ് ചുറ്റി വെച്ചേക്കുന്നത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൻ്റെ കോറിൽ ആരാ ഉള്ളത്? ഫെർട്ടൈൽ മെറ്റീരിയൽ അല്ലേ? എന്നാലല്ലേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫെർട്ടൈൽ മെറ്റീരിയലിനകത്ത് വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫെർട്ടൈൽ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തും വേണം? ഫിസൈൽ മെറ്റീരിയലും വേണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫിസൈൽ മെറ്റീരിയലും യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ ഷാഫി? ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചോദിച്ചു പോകണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി ഇതിനകത്തുള്ള കൂളൻ്റ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു. കൂളൻ്റ് എന്തായിരുന്നു? ലിക്വിഡ് സോഡിയം. എന്തിനു വേണ്ടിയിട്ടാണ് ലിക്വിഡ് സോഡിയം ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്താ? ഒരു സ്പീഡ് കുറയ്ക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ് ബ്രീഡിങ് കോൺസെപ്റ്റ് നോക്കാം. ദീസ് റിയാക്ടേഴ്സ് പ്രൊഡ്യൂസ് മോർ ഫിസൈൽ മെറ്റീരിയൽ ദാൻ ദേ കൺസ്യൂം. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്? ഫിസൈൽ മെറ്റീരിയൽ അല്ലേ? ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് എന്താണ്? ഫിസൈൽ മെറ്റീരിയൽ ആണ്. ദേ കൺവേർട്ട് യുറേനിയം 238 ബ്ലാങ്കറ്റ്. ദൈവൻ ഈ യുറേനിയം 238 ഞാൻ മാറ്റി തരാം കേട്ടോ. യുറേനിയം ഈ 238 ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് ആരെയും യൂസ് ചെയ്യും? പ്ലൂട്ടോണിയം 239 അവനെയും യൂസ് ചെയ്യും. ഫെർട്ടൈലും ഫിസൈലും വന്നു. എന്താണ്? ഇനി ഇത് ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ്. അടുത്ത എന്താണ്? സ്റ്റേജ് 3. ഇനി മൂന്നാമത്തെ സ്റ്റേജ് കയറുന്നു. ഇതാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ഇതിൻ്റെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? തോറിയം 232 ആസ് ബ്ലാങ്കറ്റ്. യുറേനിയം 232 thorium will be used in this fast breeder reactor to transmute into uranium 233. നോക്കൂ, എന്ത് ചെയ്ത്? സ്റ്റേജ് 1 എന്തായിരുന്നു?
പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ട്. ഓക്കെ, സ്റ്റേജ് 2 എന്തായിരുന്നു? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. സ്റ്റേജ് 3 എന്താ? ഇറ്റ് ഈസ് ഓൾസോ എ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇതാണ് സിമ്പിൾ. സെക്കൻഡിനകത്ത് നമ്മൾ യൂസ് ചെയ്ത ഫ്യൂവൽ ആരായിരുന്നു? ഒരു മിക്സഡ് ഫ്യൂവൽ ആയിരുന്നു. തേർഡിനകത്ത് നമ്മൾ ആരെ യൂസ് ചെയ്യും? തോറിയത്തെ യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, കാര്യം എന്താ? ഇവൻ ആരാ? ഫെർട്ടൈൽ. ഇവനാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഈ സെക്കൻഡ് സ്റ്റേജിൽ ഇവൻ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് സെക്കൻഡ് സ്റ്റേജിനെ വിജയിപ്പിക്കാൻ പറ്റിയാൽ, സക്സസ് ആക്കാൻ പറ്റിയാൽ, തേർഡ് സ്റ്റേജ് എളുപ്പമല്ലേ നമുക്ക്? നമുക്കിതിലെ തേർഡ് സ്റ്റേജ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. കാര്യം സെക്കൻഡ് സ്റ്റേജ് വരെ ഇപ്പോൾ നമുക്ക് എന്താ പ്രോട്ടോടൈപ്പ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ തേർഡ് സ്റ്റേജ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലെപ്പോഴും വിചാരിക്കാം. യെസ്. ഇവഞ്ച്വലി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ യുറേനിയം 232 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആസ് ദ ബ്ലാങ്കറ്റ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എന്ന് എവിടെ കണ്ടാലും എവിടെ കേട്ടാലും ഒരു കാര്യം ഓർക്കുക, അവിടെ ഒരു ഫെർട്ടൈൽ ബ്ലാങ്കറ്റ് ഉണ്ടായിരിക്കും ഇൻ ദ കോർ. ഓക്കെ ആണല്ലോ? ദാറ്റ്സ്. അപ്പോൾ കറണ്ട് മൈൽ സ്റ്റോൺ എന്താ? 500 മെഗാവാട്ട് ഇലക്ട്രിക് ഓർ ഇലക്ട്രോൺ സംതിങ് PFBR at Kalpakkam achieved critically on April 26. And now India is the second country after Russia to operate a commercial scale FBR. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ല ആയിട്ടില്ല, പക്ഷെ നമുക്ക് ഉടനെ ആക്കാൻ പറ്റും. കാര്യം എന്താ? ഈവൻ ക്രിട്ടിക്കാലിറ്റി അറ്റൈൻ ചെയ്തു. വൺസ് ഒരു റിയാക്ടർ, ന്യൂക്ലിയർ റിയാക്ടർ ക്രിട്ടിക്കാലിറ്റി അച്ചീവ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അവനെ കൊമേഴ്ഷ്യൽ ആക്കാൻ പറ്റും. സോ ഇത്രയും സ്പീഡിൽ വേറൊരു രാജ്യവും ഇതുവരെ ക്രിട്ടിക്കാലിറ്റി അങ്ങനെ അച്ചീവ് ചെയ്തിട്ടില്ല. ചൈന ഉണ്ട്, നമ്മുടെ തൊട്ടടുത്ത് ചൈനയുണ്ട്, വേറെ രാജ്യങ്ങളും വരുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ കൽപ്പാക്കത്ത് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. പക്ഷേ ഉടനെ പറ്റില്ല, ബട്ട് സ്റ്റിൽ പറ്റും. അപ്പോൾ എന്താ പറയുക? ഇറ്റ് ഇസ് എ സെക്കൻഡ് കൺട്രി ആഫ്റ്റർ റഷ്യ. ഓക്കെ ആണല്ലോ? സ്റ്റേജ് 3 is the thorium based reactor. ഫ്യൂവൽ എന്താണ്? യുറേനിയം 233. നമ്മുടെ അപ്പുറത്തുള്ള തൊട്ട് മുന്നത്തെ സ്റ്റേജിലുള്ള യുറേനിയം 233, ദെൻ തോറിയം 232 നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് ദ ഫെർട്ടൈൽ ആൻഡ് ദിസ് ഇസ് ദ ഫിസൈൽ. യെസ്, ടു സസ്റ്റെയിൻ എ സെൽഫ് ഫ്യൂവലിംഗ് സൈക്കിൾ യൂസിങ് ഇന്ത്യസ് മാസീവ് തോറിയം ഡിപ്പോസിറ്റ് ഫൗണ്ട് ഇൻ ഏത് സാൻഡിലാണ് കാണുന്നത്? പ്രധാനമായിട്ടും ഈ മാസീവ് തോറിയം ഡിപ്പോസിറ്റ് മോണോസൈറ്റ് സാൻഡ്. ദ കോസ്റ്റൽ സ്റ്റേറ്റ് ലൈക്ക് കേരള, തമിഴ്നാടു, ഒഡീഷ, ആന്ധ്രാപ്രദേശിലൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ദിസ് മോണോസൈറ്റ്. ഇപ്പോൾ റീസെൻ്റ്ലി എന്താ പറയുക, ഒരു റെയർ എർത്ത് മിനറൽ, ക്രിട്ടിക്കൽ മിനറൽ കോറിഡോറൊക്കെ നമ്മുടെ ബഡ്ജറ്റിലുണ്ടായിരുന്നല്ലോ. സോ ദിസ് ഇസ് അതോടെ കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്താ? അഡ്വാൻസ്ഡ് ഹെവി വാട്ടർ റിയാക്ടേഴ്സ് ഓർ മോൾട്ടൺ സോൾട്ട് റിയാക്ടേഴ്സ്. എന്താ മോൾട്ടൺ സോൾട്ട് റിയാക്ടേഴ്സ്? മെയിനായിട്ട് ഇവിടെ ഉള്ളത് ആരായിരിക്കും? കൂളൻ്റും ഒക്കെ ആരായിരിക്കും? സോഡിയം പോലത്തെ മോൾട്ടൺ സോൾട്ട് ആയിരിക്കും. ഓക്കെ, ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ഡിപ്ലോയ്മെന്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു എക്സ്പെക്ട് കമ്മിങ് ഡെക്കേഡ്സ്. ഒരു 10, 15, 20 വർഷത്തിനുള്ളിലായിരിക്കും നമുക്ക് ആ ഒരു കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ വരിക. ഓക്കെ, തേർഡ് സ്റ്റേജിൽ അടുത്തൊരു ടൈപ്പ് റിയാക്ടറാണ് സ്മോൾ മോഡുലർ റിയാക്ടർ. എന്താണ്? ഇറ്റ്സ് എ സ്മോൾ മോഡുലർ റിയാക്ടർ. സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് ആർ അഡ്വാൻസ് ന്യൂക്ലിയർ റിയാക്ടർ വിത്ത് എ പവർ കപ്പാസിറ്റി ഓഫ്, ചെറുതാണ്, എന്താണ് പവർ കപ്പാസിറ്റി ഓഫ് 300 megawatt electrons per unit, roughly 1/3 size of the traditional reactors. സാധാരണ റിയാക്ടറിൻ്റെ 1/3 ടൈപ്പ് ഓഫ് സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ. മീൻസ് ഇലക്ട്രിക് കപ്പാസിറ്റി, പവർ കപ്പാസിറ്റി. നോക്കൂ, ഇത് സ്മോൾ ആണ്, ദാറ്റ് ഇസ് ഫിസിക്കലി കോമ്പാക്റ്റ് ആണ്, ക്യാൻ ബി സൈറ്റഡ് വെയർ എ ലാർജ് പ്ലാന്റ് കനോട്ട്. ഒരു വലിയൊരു പ്ലാന്റ് പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. ലൈക്ക് റിമോട്ട് ഏരിയാസ്, അതുപോലെ ഓൾഡ് കോൾ പ്ലാന്റ് സൈറ്റുകൾ നമുക്ക് എന്തിന് യൂസ് ചെയ്യാൻ പറ്റും? ദിസ് കൈൻഡ് ഓഫ് സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ ഗ്രീൻ ഫീൽഡ് ആണോ ഇത്, അതോ ബ്രൗൺ ഫീൽഡ് ആണോ? ഇറ്റ് ഈസ് ബ്രൗൺ ഫീൽഡ് അല്ലേ? ബ്രൗൺ ഫീൽഡ്. പക്ഷേ ഓൾറെഡി ഉള്ള സ്ഥലത്ത് നമ്മൾ വീണ്ടും ഒരു സാധനം കൊണ്ടുവരുന്നതിനാണെങ്കിൽ അതിന് നമ്മൾ ബ്രൗൺ ഫീൽഡ് എന്ന് പറയും. മീൻസ് ഗ്രീൻ ഫീൽഡ് വെച്ചാൽ പുതിയത്. എക്സ്ട്രീമിൽ നമ്മളൊരു പുതിയ സ്ഥലം വാങ്ങിച്ച ഒരു പുതിയ യെസ്, ഗ്രീൻ ഫീൽഡ് എയർപോർട്ട് വെച്ചാൽ എന്താ അർത്ഥം? പുതിയതാണ്, എൻ്റയർലി പുതിയതാണ്. എന്താണ് അങ്ങനെ? ഗ്രീൻ ഫീൽഡ് തന്നെയാണ്. ഗ്രീൻ ഫീൽഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഗ്രീൻ ഫീൽഡ് സംഭവിച്ചെന്താ? എക്സ്ട്രീമിലി പുതിയ സ്ഥലത്ത് പുതുതായിട്ട് കൊണ്ടുവരുന്നതിനാണ് ഗ്രീൻ ഫീൽഡ്. ബ്രൗൺ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് വേറൊരു സംഭവം കൊണ്ടുവരുന്നതിനാണ് ബ്രൗൺ ഫീൽഡ്. അങ്ങനെ തന്നെയാണ്, നോക്കിക്കോളൂ.
നീ ഉദ്ദേശിക്കുന്നത് മറ്റേ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആണോ? ഗ്രീനിങ് ആണോ? ഓക്കെ. വാട്ട് ഈസ് മോഡുലാർ? കമ്പോണൻസ് ഫാബ്രിക്കേറ്റഡ് ആണ്. വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഒന്നേന്നും പറഞ്ഞ് ഉണ്ടാക്കുന്നതല്ല, വേണമെങ്കിൽ ഫാബ്രിക്കേറ്റഡ് സാധനം കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഓക്കെ, അസംബ്ലി ചെയ്യാൻ പറ്റും. ദിസ് എ ലിഗോ ലൈക്ക് അസംബ്ലി. ലിഗോ ലൈക്ക് അസംബ്ലി. സോ വാട്ട് ഇസ് റിയാക്ടർ യൂസസ് ന്യൂക്ലിയർ ഫിഷൻ. ലിഗോ മീൻസ് ലിഗോ എന്തില്ല, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്ലോക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു പറയത്തില്ലേ, എന്ന് വെച്ചാൽ ഇത് ഫാബ്രിക്കേറ്റഡ് സംഭവമാണ്, ഓൾറെഡി ഉള്ള സംഭവത്തെ കൊണ്ടുപോയിക്കുന്നത്. Uses nuclear fission to provide stable carbon-free baseload powers. Only 2 SMR are operational currently. നിലവിലെ 2 SMR മാത്രമേ ലോകത്ത് ഓപ്പറേഷൻ ആയിട്ട് നിലവിലുള്ളൂ. ഒന്ന് റഷ്യയുടേതാണ്. It is a world first floating nuclear power plant. റഷ്യയുടെ ആണ് ഒന്നാമത്തത്. പേര് അറിയണം നിർബന്ധമില്ല. ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. രണ്ടാമത്തെ ആരാണ്? ചൈന. ആൻഡ് മറ്റ് രാജ്യങ്ങൾക്ക് നിലവിൽ SMR കൺസ്ട്രക്ട് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്, ലൈസൻസിങ് ഫേസിലാണ്. അതിനകത്ത് ആര് വരുന്നുണ്ട്? USA, റഷ്യ, സൗത്ത് കൊറിയ, കാനഡ ആൻഡ് അർജന്റീന. നമ്മളില്ല, തൽക്കാലം ഇല്ല. എന്താണ്? USA, റഷ്യ, സൗത്ത് കൊറിയ, കാനഡ ആൻഡ് നമ്മൾ അതിൻ്റെ റിസർച്ച് ഫേസിലാണ്. നമ്മൾ വരും, ഉടനെ വരും, വന്നിരിക്കും. ഓക്കെ, നമ്മൾ ഫാസ്റ്റ് ബ്രീഡറിന്റെ പുറകിലാടാ, നമുക്കെല്ലാം വലുതല്ലേ. യെസ് നമുക്ക് ആ ഒരു നോക്കാം. കപ്പാസിറ്റി നോക്കൂ. കൺവെൻഷണൽ ന്യൂക്ലിയർ റിയാക്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 700 to 1000+ ആണ്. സ്മോൾ മോഡുലർ വരുമ്പോൾ ഒരു 300 ഉണ്ടാവുള്ളൂ. ഇത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു 8-10 വർഷം എടുക്കും. ഓൺസൈറ്റ് കൺസ്ട്രക്ഷൻ നടക്കുള്ളൂ, 8-10 വർഷം എടുക്കും. മറ്റേത് ഫാക്ടറി ബിൽഡാണ്, നമുക്കൊരു 3-4-5 വർഷത്തിനുള്ളിൽ തന്നെ അത് നടത്തിയെടുക്കാൻ പറ്റും. കോസ്റ്റ് ഹൈ, അപ്ഫ്രണ്ട് ക്യാപിറ്റൽ കോസ്റ്റ് കൂടുതലാണ്, ലോ ആണ്. സേഫ്റ്റി നോക്കുമ്പോൾ ആക്റ്റീവ് ആണ്, അത് കുറച്ചും കൂടെ പ്രശ്നം ഉണ്ടാവും. ചെറിയൊരു എന്താ പറയുക, ഒരു നാച്ചുറലി കുറച്ച് ലിഗോ ഫാബ്രിക്കേറ്റഡ് സാധനമാണ് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുള്ള സാധനസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. വടവ യെസ്. റീഫോയിലിൽ നോക്കൂ, ഇത് എവരി 1 to 2 years, മറ്റേതൊരു 3 മുതൽ 7 വർഷം കഴിയുമ്പോൾ കൂടുമ്പോൾ നമുക്ക് റീഫ്യൂൽ ചെയ്താൽ മതി. ഓക്കെ, തിരിച്ച് ചിന്തിക്കാൻ തോന്നും. സേഫ്റ്റി കുറച്ച് കുറവാണ്, കഴിച്ചാൽ എന്താ പറയുക, വളരെ ചെറുതല്ലേ. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ രീതിയൊക്കെ ചിലപ്പോൾ കോർണർ കട്ട് ചിലപ്പോൾ കുറവായിരിക്കും. ഈ പറയുന്നത് ഫാസ്റ്റ് പ്രോംപ്റ്റ് ന്യൂട്രോണൊക്കെ വന്ന് പൊട്ടിപ്പോയാൽ തീർന്നു. ഓ, അതിനാണ് കൂടുതൽ ഇമ്പാക്ട്. പൊട്ടിയിട്ടൊന്നും ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞത്. ഓക്കെ, യെസ്. യെസ്. ദെൻ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഫോർ ഇന്ത്യ എന്താണ്? നമുക്ക് റൗണ്ട് ദ ക്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, അത് സ്മോൾ ആയിക്കോട്ടെ ഫാസ്റ്റ് ബ്രീഡർ ആയിക്കോട്ടെ, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? റൗണ്ട് ദ ക്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. കാര്യം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ വലിയ കാര്യത്തോടെ സോളാർ പറയുന്നുണ്ട്, വിൻഡ് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താ? ഒരു 24/7 നമുക്ക് സോളാർ എനർജി കിട്ടുമോ? 24/7 നമുക്ക് വിൻഡ് കിട്ടുമോ? ഇല്ല. നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ നല്ല ഭാഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ അവിടെ കാറ്റ് പോലും ഉണ്ടാവണം നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ അതുപോലാണോ ന്യൂക്ലിയർ? അല്ല, നമുക്ക് വേണമെങ്കിൽ 24/7 കിട്ടിക്കൊണ്ടേയിരിക്കും. സോ റൗണ്ട് ദ ക്ലോക്ക് നമുക്ക് പവർ ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് അത്യാവശ്യമാണ്. The brownfield advantage. The brownfield advantage, SMR can be installed at the site of decommissioned, ഇത് ശ്രദ്ധിക്കാട്ടോ, coal thermal power plant. ഡീകമ്മീഷൻ ആയിട്ടുള്ള കോൾ തെർമൽ, നമുക്ക് മറ്റേ അത്രയും ഹൈറ്റ്, മറ്റേ വാട്ടർ ബേസ്ഡ് ഹൈഡ്രോ പവറിൻ്റെ ഒക്കെ ആവശ്യം നമുക്ക് അത്രയും ഹൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കോൾ ബേസ്ഡ് തെർമൽ പവർ പ്ലാന്റ് ഒക്കെ നമുക്ക് തീരപ്രദേശങ്ങളിൽ വരും അല്ലേ, ഒരു പ്ലെയിൻ ഏരിയാസ്. നമ്മുടെ കേരളത്തിലുള്ളൊരു തെർമൽ പവർ പ്ലാന്റിന്റെ പേര് പറയൂ. കേരളത്തിലൊരു തെർമൽ പവർ പ്ലാന്റ് പറ. NTPC എവിടെയാ? കായംകുളം ഇട്ടിട്ടുണ്ടോ? ആലപ്പുഴയുടെ അടുത്ത് കായംകുളത്തിലാണ് NTPC. ഇപ്പം ഇവിടെ ഒരു തെർമൽ പവർ പ്ലാന്റാണ്. ഈ തെർമൽ പ്ലാന്റ്, കൂടുതലും തെർമൽ പവർ പ്ലാന്റ് നമുക്ക് ഈ പറഞ്ഞ തീരപ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ വാട്ടറിൻ്റെ അവൈലബിലിറ്റി, കടൽ വെള്ളം ആയാലും മതി. കടൽ വെള്ളത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? അവിടെ നമുക്ക് ഹെവി വാട്ടർ, ഈ പറഞ്ഞ ഡ്യൂട്ടീരിയം കിട്ടും. സീ വാട്ടറിൽ നമുക്ക് ഡ്യൂട്ടീരിയത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കൂടുതലാണ്. ഡ്യൂട്ടീരിയം കൈൻഡ് ഓഫ് എന്തൊരു ഐസോട്ടോപ്പാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെറ്റീരിയലായിട്ടൊക്കെ ഒരു കൈൻഡ് ഓഫ് റിയാക്ടിങ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് തീരപ്രദേശത്തോട് ചേർന്നിട്ടായിരിക്കും കൂടുതൽ ഈ പറഞ്ഞ തെർമൽ പവർ പ്ലാന്റ് ഒക്കെ വരിക. സോ ഇതേപോലെ ഹെവി മെറ്റൽസിൻ്റെയൊക്കെ നമുക്ക് ഉപയോഗം ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇതേ സ്ഥലം നമുക്ക് സ്മോൾ മോഡുലാർ റിയാക്ടർ ഇരിക്കുന്ന സ്ഥലത്ത്
യൂസ് ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് തെർമൽ പവർ പ്ലാന്റ് ഇരിക്കുന്ന ഡീകമ്മീഷനുള്ള കോൾ തെർമൽ പ്ലാന്റ്സിന്റെ സ്ഥലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. യെസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അൺലൈക്ക് ലാർജ് റിയാക്ടേഴ്സ് which are state controlled, the government is now encouraging private sector participation. Companies like NTPC, BEL is partnering with NPCIL, Nuclear Power Corporation of India. So ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എവിടെ നടക്കും? SMRൽ നടക്കും. പക്ഷെ കൺവെൻഷണൽ റിയാക്ടറിൽ നടക്കുമോ? ഇല്ല. ഇതാണ് ഇന്ത്യയുടെ SMR ഡിസൈൻസ്. ഇന്ത്യക്ക് ഡിസൈൻ സ്റ്റേജിൽ 2 ഉണ്ട്. ഇന്ത്യയിൽ എന്തില്ല? ലൈസൻസ് കിട്ടിയവന്മാർക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല. നമുക്കതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെൻ്റെ ഡിസൈൻസ് ലൈസൻസോ? അത് IEA, എന്താ ഇൻ്റർനാഷണൽ, അതന്നെ എനിക്കത് പറയുമ്പോൾ വേറെ എന്തില്ല, ഇപ്പോൾ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി. ഓക്കെ ഓക്കെ അതിലാരാന്നോ? അവർ തന്നെ, അത്രേ ഉള്ളൂ. അതിൻ്റെ വലിയ ആൾക്കാർ. ഓക്കെ, അവരാണ് പ്രധാനമായിട്ടും ലൈസൻസിങ് കൊടുക്കുക. എന്ത് പറ്റി അക്ഷയ്? യെസ്, India's indigenous designs നോക്കിയാൽ അണ്ടർ ദി ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഇന്ത്യ ഇസ് ഡെവലപ്പിംഗ് 3 സ്പെസിഫിക് ഡിസൈൻ. ഏതൊക്കെയാണ് ഡിസൈൻസ്? ഭാരത് സ്മോൾ മോഡുലർ റിയാക്ടർ ദാറ്റ്സ് 200, ഭാരത് സ്മോൾ റിയാക്ടർ 220 ആൻഡ് 55. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം, അത്രയേ ഉള്ളൂ. ഇത് 3 നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കരുത്. എങ്ങനെ? ഇന്ത്യക്ക് SMR ഉണ്ടെന്ന് ഓർക്കരുത്. ഇന്ത്യക്ക് ഡിസൈൻ ആയിട്ടുള്ള ലൈസൻസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് 3 ഡിസൈൻസേ ഉള്ളൂ. അത് എവിടെയാണ് 3 ഡിസൈൻസ്? ബാർക്കിലാണെന്നുള്ളത് ഓർക്കുക. യെസ്, അടുത്താണ് മൈക്രോ റിയാക്ടേഴ്സ്. എന്തായിരിക്കും പരിപാടി? നേരത്തെ പറഞ്ഞതിൻ്റെ കുഞ്ഞത് സ്മോൾ മോഡുലർ റിയാക്ടറിൻ്റെ ചെറുതാണ് മൈക്രോ. എത്രയാണ്? ഒരു 10. SMR എത്രയായിരുന്നു? 300 ആയിരുന്നുവെങ്കിൽ ഇതൊരു 10, വളരെ കുറച്ച്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡിസൈനിലൊക്കെ പ്ലഗ് ആൻഡ് പ്ലേ. എന്താ പ്ലഗ് ആൻഡ് പ്ലേ മെത്തേഡ്? എന്താ ആ ഒരു ഡിസൈൻ വെച്ചാൽ എന്താ? നമുക്ക് ഇളക്കിയെടുത്ത് വേറെ എടുത്ത് കൊണ്ടുവയ്ക്കാം. ആദ്യം കായംകുളത്ത് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കന്യാകുമാരിയിലും ഇതിനെ പൊക്കി എടുത്തുകൊണ്ട് വയ്ക്കുക. ദാറ്റ് സിമ്പിൾ. ദാറ്റ്സ് മീൻസ് അങ്ങനെ ഒരു പ്ലഗ് ആൻഡ് പ്ലേ സ്റ്റൈൽ. അത്രയും വളരെ ചെറുതാണ്, വളരെ ചെറിയൊരു കാര്യം. നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനല്ലടാ. ഓക്കെ, യെസ്, റൈറ്റ്. ആൻഡ് എന്താണ് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? വിത്തൗട്ട് റീഫ്യൂവലിംഗ് ഇല്ലാണ്ട് തന്നെ ഒരു 10-20 വർഷം ഓടിക്കോളൂ. ഓക്കെ, ഗ്രീൻ വേണ്ട, ആ സംശയം എടുക്കില്ല. ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ. യെസ്, ഫിഷൻ കഴിഞ്ഞു. അടുത്തെന്താ? ഫ്യൂഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ. അതിന് വേറൊരു പേരുണ്ടല്ലോ, എന്താണ്? തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ. ബൈ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻ. ബൈ എന്താണ് ആ ഒരു പേര്? ചൂട് അത്യാവശ്യം കൂടുതൽ വേണം അല്ലേ? ചെറിയൊരു ചൂടിലൊന്നും പരിപാടി നടക്കില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് വേണം. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഇസ് എ പ്രോസസ് വെയർ 2 light atomic nuclei, typically the isotopes of hydrogen, combine to form a heavier nucleus, that is helium, releasing a mass amount of energy. എന്താ ഡ്യൂട്ടീരിയം? എന്താ ഡ്യൂട്ടീരിയം? ട്രിഷ്യം എന്താ? ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് അല്ലേ? ഈ 2 ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് എന്ത് ചെയ്യും? ഫ്യൂസ് ആയിട്ട് കുറച്ച് വലിയ ഹീലിയത്തിൻ്റെ ഐസോടോപ്സ് ഹീലിയം പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് പ്ലസ് ന്യൂട്രോൺ. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടാകും? എനർജിയും റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ പവറിംഗ് ദ സൺ and star, this reaction occurs under extreme pressure and temperature, turning matter into plasma. It is considered a clean, sustainable energy source for future because it produces no carbon dioxide. Carbon dioxide produce ചെയ്യുന്നില്ല. നോക്കൂ, ഈ റിയാക്ഷൻ ഹൈഡ്രജൻ്റെ ഐസോടോപ്സുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യം. വേറെ ഒന്നുണ്ടല്ലോ, സാരല്ല, എനിക്ക് ഓർമ്മയില്ല. ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ആണ് ഇവർ രണ്ടുപേരും. എന്ത് ചെയ്യുന്നുണ്ട്? എന്താണ്? ഫ്യൂസ് കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഹീലിയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം കൂടി ചേർന്ന് വേറൊന്ന് ഫോം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി റിലീസാവും, പ്ലസ് ന്യൂട്രോൺ റിലീസാവും. അപ്പോൾ നോക്കൂ, ഈ പറയുന്ന റിയാക്ഷൻ അൺകൺട്രോൾഡ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ സ്റ്റാർ എക്സാമ്പിളാണ്, ഹൈഡ്രജൻ ബോംബ് എക്സാമ്പിളാണ്. ഓക്കെ, അൺകൺട്രോൾഡ് ആണെങ്കിൽ സ്റ്റാറും
ഹൈഡ്രജൻ. പക്ഷേ നമ്മുടെ സ്റ്റാറിൽ നമ്മൾ എന്താ കാണുന്നത്? അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഹൈഡ്രജൻ ബോംബിൽ നമ്മൾ എന്താ കാണുന്നത്? അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ഇനി ഇവരെ കൺട്രോൾ ആക്കുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് റിയാക്ടേഴ്സ് ഉണ്ടാക്കാം. ഫസ്റ്റ് വൺ ഇസ് പ്ലാസ്മ റിയാക്ടർ, സെക്കൻഡ് വൺ ഇസ് ടോക്കാമാക് റിയാക്ടേഴ്സ്. ടോക്കാമാക് ഇസ് ഓൾസോ ഫ്യൂഷൻ റിയാക്ടർ. ഓക്കെ, എങ്ങനെയാണ് നടക്കുന്നത് നോക്കൂ. ഫോർ ഫ്യൂഷൻ ടു ഒക്കർ അറ്റോമിക് ന്യൂക്ലിയർ മസ്റ്റ് ഓവർകം ദെയർ നാച്ചുറൽ ഇലക്ട്രിക്കൽ റിപ്പൽഷൻ. ഞാൻ ആദ്യം കഥ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഹൈഡ്രജൻ്റെ 2 ഐസോട്ടോപ്സ്. ഹൈഡ്രജൻ്റെ ചാർജ് എത്ര? ചാർജ് എന്താ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹൈഡ്രജൻ്റെ അല്ല, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്സിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഓക്കെ, 2 പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, 2 പോസിറ്റീവ് ചാർജായിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരുമിച്ച് വന്നാൽ അത് അട്രാക്റ്റ് ആവുമോ റിപ്പൾസ് ആവുമോ? റിപ്പൽ ആവും. ഇവന്മാരെ പൊട്ടിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ പറ്റും? ഹൈ ടെമ്പറേച്ചറിൽ ഹൈ എനർജി കൊടുത്ത് ഇവരൊട്ടും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നിങ്ങൾ സാധാരണ രീതിയിൽ മാഗ്നറ്റ് വിചാരിക്കും, 2 ഒരേപോലത്തെ സൈഡ് വന്ന് മീൻസ് അട്രാക്റ്റ് ആകുമോ? ഇല്ല. അവർ മെർജ് ആകുമോ? ഇല്ല. ഓൾവേസ് അതിന് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് 2 പോസിറ്റീവ് എന്നല്ല, സിമിലർ ചാർജ് വരുന്ന എന്താണ് ആ ഒരു 2 എലമെന്റ്സ് അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യത്തില്ല? അട്രാക്റ്റ് ആകത്തില്ല. പകരം എന്താണ്? അത് ഇങ്ങനെ റിപ്പൾസീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യണേ? ഇവരെ 2 പേരെ നമുക്ക് മെർജ് ചെയ്യിക്കേണ്ട ആവശ്യം വരുന്നു. മെർജ് ചെയ്യിക്കണമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്താ വേണ്ടത്? ഇവരുടെ ആ ഒരു റിപ്പൾസീവ് നാച്ചുറൽ ആയിട്ടുള്ള റിപ്പൾസീവ് എഫക്റ്റിനെ ഇവരെന്ത് ചെയ്യണം? ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അത്രയും വലിയ ഒരു ഹീറ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ ആൻഡ് പ്ലസ് ഹൈ പ്രഷർ കണ്ടീഷൻ അവിടെ കൊണ്ടുവരണം. ഇതാണ് പ്രധാനമായിട്ട് എവിടെ നടക്കുന്നത്? ഈ പറഞ്ഞ ഫ്യൂഷൻ പരിപാടിയിൽ നടക്കുന്നത്. എന്താ പറഞ്ഞേ? ഫോർ ഫ്യൂഷൻ ടു ഒക്കർ അറ്റോമിക് ന്യൂക്ലിയൈ must overcome their natural electrical repulsion. അല്ലേ? ഇവർ പോസിറ്റീവ് ചാർജ്, 2 പോസിറ്റീവ് ചാർജ്. നാച്ചുറലി അവർക്ക് എന്തുണ്ടാകും? ഒരു ഇലക്ട്രിക്കൽ റിപ്പൾഷൻ ഉണ്ടാകും. സോ ദിസ് റിക്വയർസ് എക്സ്ട്രീം കണ്ടീഷൻസ്. ഇതിനെ ഒരുമിക്കണമെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻ കൊണ്ടുവരണം. ഒന്ന്, എക്സ്ട്രീം ഹീറ്റ് ആയിരിക്കണം. വെച്ചാൽ ടെമ്പറേച്ചർ ഓഫ് മില്യൺസ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ഗിവ് ന്യൂക്ലിയൈ ഇനഫ് കൈനറ്റിക് എനർജി ടു മൂവ് ഫാസ്റ്റ് ഇനഫ് ടു കൊളൈഡ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്, നമ്മുടെ ഹഫീസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഞങ്ങളൊരു മാന്യമായിട്ടുള്ള സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 2 ഒരേ എനർജിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കണ്ണിൽ കണ്ടാൽ ഞങ്ങൾ മൈൻഡ് ചെയ്യില്ല. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ കണ്ട അപ്പം തന്നെ ഞാൻ തിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ തിരിഞ്ഞു പോകും. ഈ ടൈപ്പ് റിപ്പൾഷൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മാന്യമായ സ്ലോയിലാണ് നടന്നു പോകുന്നതെങ്കിൽ കാണുന്നു, ഇഷ്ടപ്പെടുന്നില്ല, തിരിച്ചു പോകും. ആണല്ലോ? നേരെ കുറച്ച് ഞാനും ഓടുന്നു, അവനും ഓടുന്നു. 2 പേരും നേരെ കണ്ടാൽ പോലും ബ്രേക്ക് കിട്ടൂല, പോരട്ടിടിയ. റൈറ്റ് ആണല്ലോ? അപ്പം എന്താ? സെയിം എനർജി ആണെങ്കിലും റിപ്പൾസീവ് സംഭവം ഉണ്ടെങ്കിലും ആ ഒരു എനർജി ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? സ്പീഡ് കാരണം ഇല്ലേ, ആ ഒരു ഹൈ എനർജി സ്റ്റേജിലാണ് ഞങ്ങൾ നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? അത് ഇടി ഉറപ്പാ, കൊളിഷൻ ഉറപ്പാ, ഫ്യൂഷൻ ഉറപ്പാ, ഇല്ലേ? ഇടി ഉറപ്പാ, ബാക്കി ചോരയും ഇതിനൊക്കെ തെറിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യുന്നത്. എന്താണ്? ഇവരുടെ ആ ഒരു നാച്ചുറൽ ഇലക്ട്രിക്കൽ റിപ്പൾഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന ഒരു ഹൈ കൈനറ്റിക് എനർജി ആർക്ക് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന അറ്റോമിക് ന്യൂക്ലിയസിന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് നമുക്ക് എന്ത് വേണം? മില്യൺസ് ഓഫ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം. രണ്ടാമത്തെ നോക്കൂ, ഹൈ പ്രഷർ. ഇമ്മൻസ് പ്രഷർ പ്രൊവൈഡഡ് ബൈ gravity in stars keep the nuclei confined in a small enough space to increase collision chances. എന്ന് വെച്ചാൽ ഇവന്മാരെ ഭയങ്കര ഓപ്പൺ സ്പേസ് ആണെന്ന് വിചാരിക്കുക. 2 പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇവന്മാരെ സ്പീഡ് നമ്മൾ കൂട്ടിയിടിപ്പിച്ചിട്ട് ഇവന്മാർക്ക് വേറെ എങ്ങോട്ടാച്ചാൽ ഓടിപ്പോകേണ്ട ഒരു അവസരം കൊടുത്താൽ പിന്നെ ഒരു കൊളിഷൻ നടക്കുമോ? ഒരു പ്രോപ്പർ ഫ്യൂഷൻ നടക്കുമോ? നടക്കില്ല. പകരം ഇവന്മാരെ പിടിച്ചിട്ട് നമുക്കൊരു കൺഫൈൻ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിനകത്ത് കൊണ്ടിരുത്തി നമ്മളൊരു ചെറിയൊരു ബോൾ പോലത്തെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ 2 ഹൈഡ്രജൻ ഐസോട്ടോപ്സിനെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇവന്മാർ സാധാരണ റിപ്പിൾസ് ആകും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഹൈ പ്രഷർ എന്ന് വെച്ചാൽ ഇവന്മാർക്ക് വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല. ഹൈ പ്രഷർ, അതിൻ്റെ കൂടെ നമ്മൾ ഹൈ ടെമ്പറേച്ചറും കൂടെ കൊടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഉറപ്പായിട്ട് ഇവന്മാർ അട്രാക്റ്റ് ആകും, ഉറപ്പായിട്ട് ഇവന്മാർ ഫ്യൂസ് ആകും.
ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ ഇവിടെ എന്ത് വേണം? എക്സ്ട്രീം ഹീറ്റ് വേണം, ഹൈ പ്രഷറും വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ഒരു കൊളിഷൻ ചാൻസ് ഉള്ളൂ. നോക്കൂ, അറ്റ് ദീസ് ടെമ്പറേച്ചർ മാറ്റർ ബിക്കേം പ്ലാസ്മ. പ്ലാസ്മ എന്താ നമുക്കറിയാം, എ ഹോട്ട് ചാർജ്ഡ് ഗ്യാസ് ആണ് അല്ലേ, വേർ ഇലക്ട്രോൺസ് ആർ സ്ട്രിപ്ഡ് ഫ്രം ദെയർ ന്യൂക്ലിയൈ. ഓക്കെ, യെസ്, ഈ പറഞ്ഞ കഥ തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് സാധാരണ ഫ്യൂഷനുള്ള കാര്യം. ഇനി നമുക്ക് ഈ പറയുന്ന പോലെ ഈ എർത്തിനകത്ത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഒരു റിയാക്ടറിൻ്റെയൊക്കെ മാനറിൽ കൊണ്ടുവരുന്നത് നോക്കാം. ഹൗ? ഓക്കെ, നോക്കൂ, ഫ്യൂവൽ റീസെൻ്റ്ലി ഐഡൻറ്റിഫൈഡ് ദ മോസ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് റിയാക്ടേഴ്സിൻ്റെ കാര്യം, ഫ്യൂഷൻ റിയാക്ടേഴ്സിൻ്റെ കാര്യം, നമ്മൾ എങ്ങനെ എനർജി ഉണ്ടാക്കുന്നുള്ള കാര്യം. എന്തിനാണ് ഫ്യൂഷനാണ്? ന്യൂക്ലിയർ ബോംബല്ല, ഹൈഡ്രജൻ ബോംബ്. കൈൻഡ് ഓഫ് ഒരു ഫ്യൂഷൻ റിയാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ചിലതിനകത്തൊക്കെ ഫിഷൻ റിയാക്ഷനും ആയിരിക്കും. ഇത് തെർമോന്യൂക്ലിയർ ബോംബ്. ശരി, യെസ്. നോക്കൂ, ഇവിടെ വരുന്ന ഫ്യൂവൽ റീസെൻ്റ്ലി ഐഡൻറ്റിഫൈഡ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫ്യൂഷൻ റിയാക്ഷൻ ഇസ് ദി. ഏതാണ് ആ ഫ്യൂവൽ എന്ന് വെച്ചാൽ 2 ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. അപ്പോൾ ആലോചിക്കുക, ദ ഫ്യൂഷൻ റിയാക്ഷനിൽ മെയിനായിട്ട് വരുന്ന ഫ്യൂവൽ ആരാണ്? ഡ്യൂട്ടീരിയവും ട്രിഷ്യവും ആണെന്ന് ആലോചിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ടെമ്പറേച്ചറിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ലോ എനർജി, ഒരു ലോ ടെമ്പറേച്ചർ സിറ്റുവേഷനിൽ ഇവർ എന്ത് തരും? നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കൂ, പ്രധാനമായിട്ടും എന്താണ് മെത്തേഡ്? സിൻസ് വി കനോട്ട് റെപ്ലിക്കേറ്റ് ദ സൺസ് ഗ്രാവിറ്റി, നമുക്ക് അത്രയും ഗ്രാവിറ്റി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആൻഡ് വി യൂസ് അതർ മെത്തേഡ് ഫോർ ദിസ് കൺഫൈൻമെൻറ്റ്. നമുക്ക് ടെമ്പറേച്ചർ വേണേൽ കൂട്ടാം, പക്ഷെ കൺഫൈൻമെൻറ്റ് ആ ഒരു പ്രഷർ കണ്ടീഷൻ നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല സണ്ണിൻ്റെ അത്രയും. സോ നമ്മൾ 2 മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യും. ഫസ്റ്റ് വൺ ഈസ് magnetic confinement, then second one is inertial confinement. First one is magnetic confinement, രണ്ടാമത്തേത് inertial confinement. Magnetic confinement uses massive magnets in devices like tokamak and stellaractors to hold the hot plasma. ഞാൻ കാണിച്ചു തരാം, എൻ്റെ പടം കാണിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ടോക്കാമാക്ക് എന്ന് കേട്ടാൽ, എവിടെ കേട്ടാലും വേറെ എന്തെങ്കിലും കേൾക്കരുത്, ടോക്കാമാക്ക് എന്ന് തന്നെ കേൾക്കണം. ടോക്കാമാക്ക് എന്ന് കേട്ടാൽ ഇറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ഫ്യൂഷൻ, ഫ്യൂഷൻ റിയാക്ഷൻ, ടോക്കാമാക്ക്. ആൻഡ് ഇതിനകത്ത് എന്താ യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ്. രണ്ടാമത്തത് ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റ്. ഇവിടെ യൂസ് ചെയ്യുന്ന മാഗ്നറ്റ് ആണെങ്കിൽ ഇനിഷ്യൽ കൺഫൈൻമെൻറ്റ് യൂസ് ചെയ്യുന്നത് ഹൈ പവേർഡ് ആയിട്ടുള്ള ലേസേഴ്സോ അല്ലെങ്കിൽ അയൺ ബീമോ ആയിരിക്കും. ഇവന്മാർ രണ്ടുപേരും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഹൈ പ്രഷർ സിറ്റുവേഷൻ കൊണ്ടുവരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ ടെമ്പറേച്ചറും വേണം, ഹൈ പ്രഷറും വേണം, എന്നാൽ മാത്രമേ ഫ്യൂഷൻ നടക്കുള്ളൂ, ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ മാഗ്നറ്റിക് കൺഫൈൻമെൻ്റ് ആയാലും ശരി, ഇനേർഷ്യൽ കൺഫൈൻമെൻ്റ് ആയാലും ശരി, എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ടും? ആ ഒരു ഹൈ പ്രഷർ കണ്ടീഷൻ, ഹൈ കൺഫൈൻമെൻറ്റ് കണ്ടീഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. മാഗ്നറ്റിക്കിനകത്താണെങ്കിൽ മാഗ്നറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റിനാണെങ്കിൽ ലേസേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ന്യൂക്ലിയർ പവർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഫിഷനാണ്. ഇവിടെ ഫ്യൂഷൻ ഈസ് ഇൻഹറൻ്റ്ലി സേഫ് ആണ്. കാര്യം പ്രത്യേകിച്ച് മെൽറ്റ് ഡൗൺസ് ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ അൺകൺട്രോളബിളുള്ള ചെയിൻ റിയാക്ഷൻ്റെ ചാൻസ് കുറവാണ്. ലെസ് ചാൻസ് എന്നേ പറയുന്നുള്ളൂ, ഇല്ല എന്നല്ല, ചാൻസ് കുറവാണ്. ആൻഡ് പ്രൊഡ്യൂസ് എ ലോങ് ലിവ്ഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഇതാണ് ലോങ് ലിവ്ഡ് അല്ല, ലോങ് ലിവ്ഡ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളില്ല. ആൻഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാക്കുന്നില്ല. സോ നമുക്ക് നോക്കാം, ഓരോന്നിനെയും കുറിച്ച് നോക്കാം. ടൈപ്സ് ഓഫ് ഫ്യൂഷൻ റിയാക്ടേഴ്സ്. ഫോർ ഫ്യൂഷൻ റിയാക്ഷൻ ടു ഹാപ്പൻ ഇൻ റിയാക്ടർ, ദ ഹൈ ടെമ്പറേച്ചർ മസ്റ്റ് ബി ക്രിയേറ്റഡ് ആർട്ടിഫിഷ്യലി. There are 2 different ways to achieve this, that is initial confinement method and magnetic confinement method. Initial confinement method വെച്ചാൽ in this method high energy laser beam are focused into a pellet of fuel which create extreme temperature required for fusion inside. The outer mass of the pellet explode and is responsible for confining the reaction. അയ്യോ, ആ ഫോട്ടോ ഇതിനകത്ത് വന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരു ഫോട്ടോ ആഡ് ചെയ്തിരുന്നു, അപ്പോൾ ഇത് വന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഇനിഷ്യൽ കൺഫൈൻമെൻറ്റ് മെത്തേഡിൽ സംഭവം എന്താ വെച്ചാൽ ഒരു
ഇതാണ് ഒരു ക്യാബിൻ. വട്ടത്ത് നിങ്ങളൊരു ഫുട്ബോളിനെ മനസ്സിലാക്കുക. ഫുട്ബോളിനെ രണ്ടായിട്ട് മുറിച്ചാൽ ഫുട്ബോൾ എങ്ങനെ ഇരിക്കും? ഒരു വാക്കുമായിട്ട് ഒരകത്ത് സംഭവം ഇല്ലേ? നിങ്ങളൊരു ചിരട്ട എന്തെങ്കിലും ഒന്ന് വിചാരിക്കും, ആ ഷേപ്പിലാണ് ഇരിക്കണേ. ഓക്കെ. ആൻഡ് ഇവിടെ കുറേ ഹോൾസ് ഉണ്ട്, വളരെ മൈൻഡുള്ള ഹോൾസ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഈ ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ഈ പെൻ പോലെയൊക്കെ അല്ലെങ്കിൽ അത്രയും നല്ല നീളത്തിൽ ഒരു കമ്പിയൊക്കെ പോലത്തെ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സാധനമാണ് പെല്ലറ്റ് ഓഫ് ഫ്യൂവൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ റോഡിനകത്ത് ആരൊക്കെയുണ്ട്? 2 ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ഉണ്ട്. ഡ്യൂട്ടീരിയം ട്രിഷ്യം വരുന്ന ഉള്ള എന്താണ് ഒരു പെല്ലറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ ഈ ഹോൾസ് ആണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഓരോ ഹോളാണെന്ന്, ഹോൾസ് ആണ്. ഈ ഹോൾസിനകത്തോട്ട് എന്ത് ചെയ്യും? അവർ ലേസർ ബീമിനെ കയറ്റിവിടും. ഓക്കെ, മനസ്സിൽ വിചാരിക്കാൻ പറ്റുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക ഒരു സെറ്റപ്പാണ്. ദറ്റ്സ് ഒരു റിയാക്ടറിനകത്തുള്ള സെറ്റപ്പാണ്. അതിനകത്ത് എന്താണ് ഇതേപോലെ വളരെ ഒരുപാട് ഹോൾസ് ഉള്ള ഒരു ഉണ്ട സാധനമുണ്ട്, ഒരു ഗ്ലോബ് പോലത്തെ സംഭവമുണ്ട്. അതിനകത്ത് എന്തുണ്ട്? ഒരു പെല്ലറ്റ് ഉണ്ട്. ഈ പെല്ലറ്റ് ഈ പെല്ലറ്റിനകത്ത് എന്തുണ്ട്? ഫ്യൂവലുണ്ട്. അത് 2 നമ്മുടെ ഹൈഡ്രജൻ ഐസോടോപ്സ് ആണ്. ആൻഡ് ഈ പറയുന്ന ഓരോ ഹോൾസിൽ കൂടെയും എന്തിനെ കടത്തി വിടുന്നുണ്ട്? ലേസർ ബീമിനെ കടത്തി വിടുന്നുണ്ട്. ഈ ലേസർ ബീമിനെ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും കടത്തി വിടുക. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനകത്ത് കയറുന്ന ഈ ലേസർ ബീം എന്ത് ചെയ്യും? ഈ പറയുന്ന പെല്ലറ്റിൽ പോയിട്ട് തട്ടും ഇല്ലേ? പെല്ലറ്റിൽ പോയി തട്ടുമ്പോൾ എന്ത് സംഭവിക്കുമ്പോൾ മരങ്ങൾ റിലീസാവും. അപ്പോൾ ഇതിനകത്ത് എന്തായി? കുറേ ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് ഇഷ്ടം പോലെ ഇതിനകത്തുണ്ടായി. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത്രയല്ലേ ഉള്ളൂ ആകെ സ്പേസ്. ടെമ്പറേച്ചർ ഓൾറെഡി കൂടി. ഇവന്മാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് എന്തുള്ള പ്രഷറും എന്താകും? കൂടും. നാച്ചുറൽ ഇവന്മാർ എന്താകും? ഫ്യൂസ് ആകും. ഫ്യൂസായിട്ട് എന്തുണ്ടാക്കും? എനർജി ഉണ്ടാക്കും. ഇതാണ് ഇനീഷ്യൽ. മനസ്സിലായോ ഷാഫിക്ക്? ഇതാണ് ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റ് മെത്തേഡ്. പറയുമ്പോൾ സിമ്പിളാണ്, കാര്യം അത്ര സിമ്പിൾ അല്ല. കാര്യം വെച്ചാൽ നമുക്ക് ഇതിന് കൊടുക്കേണ്ട എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 150 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. സോ അത്ര എളുപ്പമല്ല, പക്ഷെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ നമ്മുടെ എല്ലാ പ്രധാനമന്ത്രിമാരെയും വിലയിലാക്കുക. ഇത്രയേ ഉള്ളൂ സാർ സാധനം എന്നുള്ളത് പറയും. ഓക്കെ, അങ്ങനെ അത്രയേ ഉള്ളൂ. കാണുമ്പോൾ കോവിഡിനെ പോലെ ഒന്നുമല്ലേ. യാ, അതാണ് ഇനേർഷ്യൽ കൺഫൈൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ ദിസ് മെത്തേഡ് എ ഹൈ എനർജി ലേസർ ബീംസ്, എന്ന് പറയുന്നില്ല, ഹൈ എനർജി ലേസർ ബീംസ് ആർ ഫോക്കസ്ഡ് ഓൺ ടു എ പെല്ലറ്റ് ഓഫ് ഫ്യൂവൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ സംഭവം? ഇതാണ് ആ പെല്ലറ്റ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് എന്ത് വിടുന്നു? നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനേർഷ്യൽ കൺഫൈൻമെൻറ്റ് മെത്തേഡിനകത്ത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഫിഗർ കാണാൻ പറ്റും. യെസ്, വിച്ച് ക്രിയേറ്റ് എക്സ്ട്രീം ടെമ്പറേച്ചർ റിക്വയർഡ് ടു ഫ്യൂഷൻ ഇൻസൈഡ്. അപ്പോൾ എന്താണ് ഇത്? കാരണം എന്ത് ഫോം ചെയ്യുന്നുണ്ട് ഇതിനകത്ത്? നേരെ കുറേ H+ ആ ഒരു ഐസോടോപ്സ് ഫോം ചെയ്യും. ഹൈ പ്രഷറിൽ ഇവർ എന്ത് ചെയ്യും? അത് കൺഫൈനിങ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടക്കും. ഇതിനൊരു എക്സാമ്പിൾ എന്താ? ഈ ലോകത്ത് ഇതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ദാറ്റ് ഇസ് നാഷണൽ ഇഗ്നീഷൻ ഫെസിലിറ്റി റിയാക്ഷൻ, ദാറ്റ് ഇസ് ഇൻ USA. ഇതിനകത്ത് പ്രധാനമായിട്ടും 2 പരിപാടിയാണ് നടക്കുന്നത്. 2 കാര്യങ്ങളാണ് ഈ ഒരു എൻ്റയർ സ്ട്രക്ചറിൽ നടക്കുന്നത്. ദാറ്റ് ഇസ് എക്സ്പ്ലോഷൻ ആൻഡ് ഇംപ്ലോഷൻ. എക്സ്പ്ലോഷൻ എന്ന് വെച്ചാൽ എന്താ? ഇംപ്ലോഷൻ എന്ന് വെച്ചാൽ എന്താ? എക്സ്പ്ലോഷൻ ഉണ്ട്. ഇംപ്ലോഷൻ എന്താ? അകത്തോട്ട് കയറും. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് അത്, എനിക്ക് എൻ്റെ പേര് ഞാൻ മറന്നുപോയി. ടൈറ്റൻ താഴേക്ക് പോയപ്പോൾ ഇംപ്ലോഷനാണ് സംഭവിച്ചത്. എന്ന് വെച്ചാൽ അവർ ഉള്ളിലേക്കാണ് പ്രഷർ വേരിയേഷൻ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ അമങ്ങിപ്പോയി അല്ലേ? റൈറ്റ്. സോ ഇതിനകത്ത് ഇംപ്ലോഷൻ സംഭവിക്കും. ഇംപ്ലോഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇവിടെ പ്രഷർ കൂടിയില്ലേ? ഹൈ പ്രഷർ സിറ്റുവേഷൻ വന്നില്ലേ? എന്ന് വെച്ചാൽ ഉള്ളിലേക്കൊരു ഒരു അട്രാക്ഷൻ വന്നില്ലേ? അതിനാണ് ഇതിനകത്ത് ഇംപ്ലോഷൻ നടക്കുമെന്ന് പറഞ്ഞത്. എക്സ്പ്ലോഷൻ എന്താ? ഈ ഇംപ്ലോഷൻ കാരണം ഇവന്മാർ മെർജായപ്പോൾ എനർജി റിലീസായി. ദാറ്റ്സ് എക്സ്പ്ലോഷൻ. സോ 2 നടക്കും. ഇംപ്ലോഷൻ എക്സ്പ്ലോഷൻ നടക്കും ഇതിനകത്ത്. ഓക്കെ, ശരി. അടുത്തതാണ് മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ് ഫ്യൂഷൻ. It uses magnetic field to contain plasma which prevent the particle from hitting the reactor wall, which could otherwise cause them to slow down. Yes, it uses a torus shaped reactor called tokamak. ഞാൻ ഇതിനെ കാണിച്ച് കഥ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് അത്ര ക്ലാരിറ്റി ഇല്ല, എനിക്ക് അത്ര ക്ലാരിറ്റി ഉള്ള ഫിഗർ കിട്ടില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേ ഇവൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇവനല്ല ഒരു ഡി ഷേപ്പ് സംഭവം, അല്ലെങ്കിൽ ഒരു ഡോണറ്റ് ഷേപ്പ് എന്നൊക്കെ പറയാം. ജനറലി ഒരു ഡി ഷേപ്പ് ആയിരിക്കും. ഇതിൻ്റെ നടുക്കും ഒരു സ്പേസ് ഉണ്ട്. ഡോണറ്റ് ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ.
അപ്പോൾ അതുകൊണ്ട് ഇവൻ എന്ന് പറയുന്നത് എന്താ, നിങ്ങളൊരു കാര്യം വിചാരിക്കുക, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു 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 പൈപ്പ്, വളയ്ക്കാൻ പറ്റുന്ന ഒരു പൈപ്പ് വിചാരിക്കുക. ഇവനിങ്ങനെ നമ്മൾ വളച്ച് പിടിച്ചു. നമ്മുടെ വീട്ടിലേക്ക് വാട്ടർ ഹോസ് ഇല്ലേ, അത് മെറ്റൽ കൊണ്ടുണ്ടാക്കി വിചാരിക്കുക, നല്ല വലിപ്പത്തിൽ ഞാനിങ്ങനെ വളച്ച് പിടിച്ചു. ഓക്കെ, ആ സാധനമാണിത്. അപ്പോൾ അതിൻ്റെ പുറത്തും സ്പേസ്, ഇതിനകത്തൊരു സ്പേസ് ഉണ്ടാവും ഇല്ലേ, ആണല്ലോ. എന്നിട്ട് ഇതിന് ചുറ്റും എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റ്സ് പ്ലേസ് ചെയ്യും. ഓക്കെ, ഈ ഉള്ളിലുള്ള ഈ സ്പേസിനകത്തൂടെയാണ് എന്ത് പോകുന്നത്, പ്ലാസ്മ പോകുന്നത്. പ്ലാസ്മ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ, ഈ പറഞ്ഞ ഐസോടോപ്സ്. ഐസോടോപ്സിനെ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഇവൻ എന്തായി മാറും, പ്ലാസ്മയായി മാറും. നമ്മളിത് കുറച്ച് മുന്നേ പറഞ്ഞു ആണല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് ഇവനെ കണ്ടോ, ഇവനാണ് ആ ഹോസ്. ഇവിടെ നമ്മൾ ആരെ കൊണ്ടുവച്ചു, നമ്മുടെ പാവം പിടിച്ചവന്മാരെ കയറ്റി വിട്ടു. ഇവന്മാരെ അറിയുന്നില്ല ഇവന്മാരെ എന്തിനാ കയറ്റിയെന്ന്. കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ചൂട് കൂട്ടി. ഇവന്മാരാരായി പ്ലാസ്മയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്ലാസ്മ ഹൈലി സെൻസിറ്റീവാണ്. പുള്ളിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം. ഭയങ്കര ഐസൊലേറ്റഡ് പേഴ്സൺ ആണ്. ആരെങ്കിലും വന്ന് പുള്ളിയെ തൊട്ടാൽ പുള്ളി അപ്പം തന്നെ ആ പ്ലാസ്മ സിറ്റുവേഷനിൽ നിന്ന് മാറും, ബ്രേക്ക് ഡൗൺ ആവും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? വെച്ചാൽ പുള്ളിനെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. തൊട്ടാവാടി നമ്മൾ പറയില്ലേ, സെയിം അത്രേ ഉള്ളൂ. പോയി ആരെങ്കിലും പോയി പുള്ളിയെ തൊട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എന്താ, ഇവൻ ബ്രേക്ക് ഡൗൺ ആവും, ഇവൻ മെൽറ്റ് ഡൗൺ ആവും. ഓക്കെ ആണല്ലോ. ഇപ്പം ഇവൻ എന്ത് ചെയ്തു, നമ്മൾ എനർജി കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തു, നമ്മൾ പ്ലാസ്മ സ്റ്റേജ് ആക്കി. അപ്പോൾ ഇവനെ പ്ലാസ്മ സ്റ്റേജ് ചുമ്മാ നിർത്തി ഇവൻ എന്താവും, പെട്ടെന്ന് മെൽറ്റ് ഡൗൺ ആവും. അപ്പം നമ്മൾ ഇവൻ എന്ത് ചെയ്യണം, മൂവ് ചെയ്യിക്കണം. ഇവനെ ഈ പറഞ്ഞ വാളുകളിലെങ്ങും തൊടാതെ ഇവനെ മൂവ് ചെയ്യിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കൈനറ്റിക്, ഇവ ഈ പറഞ്ഞ ചൂട് വീണ്ടും കൂട്ടി കൊടുക്കുന്നു, ഇവന് കൈനറ്റിക് എനർജി ഉണ്ടാകുന്നു, ഇവൻ മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഇവൻ എവിടെ തട്ടരുത്, ഈ വന്ന ബോളിൽ വന്ന് തട്ടരുത്. നോക്കൂ, ഇങ്ങനെ കറങ്ങുമ്പോൾ തട്ടരുതെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഇവന് തട്ടിക്കാതിരിക്കാനാണ് നമ്മൾ എന്തിനു വയ്ക്കുന്നത്, ആ മാഗ്നറ്റ്സിന് വയ്ക്കുന്നത്. ഈ മാഗ്നറ്റിക് എനർജി ഇവൻ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് തള്ളും. ഓക്കെ, ഇതാണ് ഭിത്തി. ഇവൻ ഭിത്തിയിലോട്ട് തള്ളാൻ വരുമ്പോൾ, ഇടിക്കാൻ വരുമ്പോൾ ഈ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാരണം അങ്ങോട്ടൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വരും. അപ്പോൾ ഇവൻ എവിടെ പോയി, എവിടെയോ പോയി, യെസ്, എവിടെ പോയി, ഇവൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഭിത്തി തട്ടാതെ ഇവൻ ഇതിൻ്റെ നടുക്കൂടെ മൂവ് ചെയ്യാൻ തുടങ്ങും. യെസ്, റിപ്പൾഷൻ മെക്കാനിസം തന്നെയാണ് സംഭവിക്കുന്നത്, ആണല്ലോ. അപ്പം എന്താ സംഭവിച്ചത്, ഇതാണ് ഇതിൻ്റെ ഒരു റിയാക്ഷൻ. വെച്ചാൽ ഈ നിങ്ങൾ ഈ കാണുന്ന സാധനങ്ങൾ കണ്ടോ, ഈ സംഭവം എന്താ, മാഗ്നറ്റ്സാ. ഈ മാഗ്നറ്റ്സ് ഒരു എനർജി അകത്തേക്ക് കൊടുക്കും. അറ്റ് ദ സെയിം ടൈം ഈ പ്ലാസ്മിക് സിറ്റുവേഷൻ ഇതിനെ ചുറ്റും ഇട്ട് കറക്കും. ഈ ഒരു കറക്കുന്നതിൻ്റെ എഫക്റ്റിൽ നമുക്ക് എന്ത് കിട്ടും, എനർജി കിട്ടും. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ടൊറോയിഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം വേറൊരു സാധനമാണ്, ഒരു പൊളറോയിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പറയും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിന് ചുറ്റുമല്ലേ കാണുന്നേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, സോറി, ഇതിൻ്റെ നടുക്കൂടെ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോണറ്റ് ഷേപ്പില്ലേ, ഡോണറ്റ് ഷേപ്പിൻ്റെ ചുറ്റുമല്ലേ നമ്മൾ ഓരോന്ന് പറഞ്ഞേ. ഇത് കൂടാതെ ഇതിൻ്റെ നടുക്കൂടെ ഒരു സാധനമുണ്ട്. യെസ്, ഇങ്ങനെ ഒരു ഡിസ്ക് എടുത്തിട്ട് ഇതിനിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ പോകുന്നില്ല. വെച്ചാൽ വെർട്ടിക്കലിയും നമുക്ക് എന്തുണ്ട്, ഒരു കൈൻഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കും. അതാണ് ഈ പൊളോയിഡ് എന്ന് പറയും ആ സാധനം. ഇത് ടൊറോയിഡ് നമുക്ക് പറയാം. ടോക്കോമാക്കിലുണ്ട്, അത് രണ്ടും ഉണ്ട്. അതെ, ടോക്കോമാക്ക് തന്നെയത്. എടാ നേരത്തെ പറഞ്ഞില്ലേ, ടോക്കോമാക്ക് എന്തിൻ്റെ എക്സാമ്പിളാണ്, മാഗ്നറ്റിക് കൺഫൈൻമെൻ്റ് എക്സാമ്പിൾ അല്ലേ. ആ, അതടിച്ചു പോയതാണ്. അതെ, ഇതല്ലേ വരുള്ളൂ. യെസ്, എന്താണ്, ഇറ്റ് യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് ടു കണ്ടെയ്ൻ പ്ലാസ്മ വിച്ച് പ്രിവെന്റ് ദ പാർട്ടിക്കിൾ ഫ്രം ഹിറ്റിംഗ് ദ റിയാക്ടർ വാൾ വിച്ച് കുഡ് അതർവൈസ് കോസ് ദം സ്ലോ ഡൗൺ. ഒന്നുകിൽ ഒരു മെൽറ്റ് ഡൗൺ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ഉണ്ടാകും. മാഗ്നറ്റിക് കൺഫൈൻമെന്റ് യൂസസ് എ ടോറസ് ഷേപ്ഡ് റിയാക്ടർ കോൾഡ് tokamak in which a hydrogen plasma heated to a high temperature and the nuclei are guided by strong magnetic fields to fuse. And ITER ആണ് അതിനൊരു ഫേമസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം കേട്ടോ, ഇപ്പോൾ പറയും. വാട്ട് ഇസ് ITER? എന്താണ് ITER എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റ് റിയാക്ടർ. International Thermonuclear Experimental Reactor. It is the world's largest experimental nuclear fusion project currently under construction in, അത് വായിക്കേണ്ട നിർബന്ധമില്ല, in Southern France. 2012 പണ്ടേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, ഇങ്ങനെ ഇത് എവിടെയാണെന്നുള്ള, സദേൺ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ട്. അവർ ക്വസ്റ്റ്യനിൽ UPSC
നോർത്ത് ഫ്രാൻസ്, സൗത്ത് ഫ്രാൻസ്, വെസ്റ്റ് ജർമ്മനി ഇങ്ങനെയൊക്കെ ഇട്ട് കേട്ടോ. ഓക്കെ, പക്ഷെ ഇപ്പം ഇങ്ങനെ ചോദിക്കില്ല, UPSC കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായി. ITR എന്താണ്? ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് റിയാക്ടർ. ITR എന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക, എന്താണ്? ഫ്യൂഷൻ റിയാക്ഷൻ, ഫ്യൂഷൻ റിയാക്ടർ. Yes, its primary mission is to prove that nuclear fusion, the same process that powers of sun can be harnessed. നമുക്ക് കാർബൺ ഫ്രീ, നമുക്ക് അത് ഇവിടെ യൂസ് ചെയ്യാം. സ്റ്റാറിലും സണ്ണിലും ഒക്കെ കാണുന്ന ആ സെയിം റിയാക്ഷൻ അല്ലെങ്കിൽ സെയിം സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടെക്നോളജി ഹാർനസ് നമുക്ക് ഇവിടെയും എനർജി ഉണ്ടാക്കാൻ പറ്റും. പാർട്ടിസിപ്പൻസ് ആരൊക്കെയാ നോക്കൂ? 35 നേഷൻസ് ദർ. ഓക്കെ, 35 രാജ്യങ്ങളൊരു കൂട്ടായ്മയാണ്. എന്നാലും നമുക്ക് കുറച്ച് ആൾക്കാരെ ആലോചിക്കുക, ഇൻക്ലൂഡിങ് യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ചൈന, ഇന്ത്യ, കൊറിയ, റഷ്യ, US. അത്യാവശ്യം മെയിൻ ആൾക്കാരെല്ലാവരും ഉണ്ട്. ഓക്കെ, സൗത്ത് കൊറിയ ഉണ്ട്. സൗത്ത് കൊറിയക്ക് സ്വന്തമായിട്ട് ടോക്കമാക്ക് തന്നെ ഉണ്ട്. ഓ, നോർത്ത് അല്ല സൗത്ത്. ഞാൻ നോർത്ത് എപ്പോഴാണ് പറഞ്ഞു? സൗത്തേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ കൊറിയ എന്ന് പറയുമ്പോൾ സൗത്തിനെ ആലോചിച്ചത് കേട്ടോ. നമ്മൾ നോർത്തിനെ പിന്നെ ആ പുള്ളിക്കാരെ വന്ന് ഓർമ്മിപ്പിക്കുമ്പോഴേ ഓർക്കാറുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഓർക്കും. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്താ? നമ്മളിപ്പോൾ റീസെന്റ് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പറയും കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒരു വാക്ക് ശ്രദ്ധിക്കുക. ഇന്ത്യ ഹാസ് പ്രൊവൈഡഡ് ദ ക്രയോസ്റ്റാറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു മെറ്റാലിക് ഹോസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ആ ഡോണറ്റ് ഷേപ്പിലിരിക്കുന്നു. ആ സാധനം കൊടുത്താരാ? ആരാ കൊടുത്തേ? നമ്മുടെ ഇന്ത്യ കൊടുത്തത്. ഓക്കെ, ഇന്ത്യ ഹാസ് പ്രൊവൈഡഡ് ദ ക്രയോസ്റ്റാറ്റ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ക്രയോസ്റ്റാറ്റ്. ദ വേൾഡ് ലാർജസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാക്വം വെസൽ. ഇൻവോൾവ് ഷീൽഡിങ് ആൻഡ് കൂൾ. അതുപോലെ നമ്മൾ അതിനകത്തുള്ള വോൾ ഷീൽഡിങ് കൊടുത്തു. അതുപോലെ കൂളിംഗ് വാട്ടർ സിസ്റ്റമും കൊടുത്തതാരാണ്? നമ്മളെ പിന്നെ ബാക്കിയുള്ള എന്താ കൊടുത്തത്? പക്ഷേ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസ. യെസ്, നമ്മൾ കേട്ട് എന്തോ അടുത്തൊന്നും നടക്കില്ല. എന്താ ഇവിടെ ഇന്ത്യക്കകത്തില്ലടാ. ഇന്ത്യക്കകത്ത് ഒരു ചെറിയ സാധനമേ ഉള്ളൂ. അത് ITR നടന്നുകൊണ്ടിരിക്കുകയാണ്. സദേൺ ഫ്രാൻസിൽ ITR പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ചൂട് കൊടുക്കുന്നു, വിഷമിക്കണ്ട, നമുക്ക് പുറത്ത് പ്രശ്നം ഉണ്ടാവില്ല. നീ ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ, പേടിക്കണ്ട, അത് വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ വായിക്കണോ? നമുക്ക് വായിച്ചാൽ പോരെ? സെയിം സംഭവം തന്നെ കേട്ടോ എഴുതി വെച്ചേക്കണേ. വായിച്ചാൽ മതി, സെയിം പടം തന്നെ കൊടുത്തേക്കണേ. ഞാൻ കമ്പോണൻസ് ഒന്ന് വായിക്കാം. Key components and process: vacuum vessel, that is a torus-shaped chamber where the fusion reaction takes place. അത് ആരാ കൊടുത്തേ? ഇന്ത്യ കൊടുത്തേ. Magnetic confinement, a powerful superconducting magnet including toroidal field coils around the tube. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോണറ്റ് ഷേപ്പിന്റെ ചുറ്റും വരുന്ന കോയിൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ദാറ്റ് ടൊറോയിഡൽ ഫീൽഡ് കോയിൽസ്. ഈ കാണുന്ന ആൾക്കാർ ടൊറോയിഡൽ ഫീൽഡ് കോയിൽസ്. പിന്നെന്താ ഉള്ളത്? ആൻഡ് പൊളോയിഡൽ ഫീൽഡ് കോയിൽസ്. പൊളോയിഡൽ ഫീൽഡ് കോയിൽ എന്താ? ഈ പറയുന്ന ഇതിന്റെ മുകളിലും താഴെയും ഇങ്ങനെ പോകും. ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്ന ഫീൽഡ്, ഇങ്ങനെ പോകും വെർട്ടിക്കലി. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെയാ ഉള്ളത്? ടൊറോയിഡൽ ഫീൽഡ് കോയിൽസും പൊളോയിഡൽ ഫീൽഡ് കോയിൽസും. ക്രിയേറ്റ് എ ഹെലിക്കൽ ഫീൽഡ് ദാറ്റ് ആക്ട് ആസ് എ മാഗ്നറ്റിക് ബോട്ടിൽ. ഇതൊരു മാഗ്നറ്റിക് ബോട്ടിലായിട്ട് ആക്ട് ചെയ്യും. ട്രാപ്പിംഗ് ദ ഹോട്ട് ഇലക്ട്രിക്കലി ചാർജ് പ്ലാസ്മ അവേ ഫ്രം ദി ബോട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കഥ. ഓക്കെ. ഹീറ്റിംഗ് സിസ്റ്റം. ദ ഹൈഡ്രജൻ ഫീൽഡ് ഈസ് ഹീറ്റഡ് യൂസിങ് എക്സ്റ്റേണൽ മെത്തേഡ്സ് ലൈക്ക് റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ്, ന്യൂട്രൽ ബീം ഇഞ്ചക്ഷൻ ആൻഡ് ഇൻക്ലൂഡിങ് ഇലക്ട്രിക് കറണ്ട് കൊടുക്കും. ഏകദേശം എത്ര മില്യണാ നോക്കൂ? 150 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് 10 times hotter than sun. Why is 10 times hotter than sun? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൂടുതൽ ടെമ്പറേച്ചറോടെ കൊടുക്കുന്നത് ദാൻ സൺ? ഗ്രാവിറ്റി ഇല്ല. എന്താ? പ്രഷർ സിറ്റുവേഷൻ ഇല്ല. സണ്ണില്ല, ഗ്രാവിറ്റിയുടെ അത്രയും പ്രഷർ നമുക്ക് കൊടുക്കാനില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മൾ ഒരെണ്ണം കൂട്ടും. എക്സ്ട്രീം ഹീറ്റും എക്സ്ട്രീം പ്രഷറും വേണം. അപ്പോൾ ഒരെണ്ണം ഇത്തിരി കുറയുമ്പോൾ നമ്മൾ വേറൊരെണ്ണം ഇത്തിരി കൂട്ടിയാൽ പോരെ. ദാറ്റ്സ് വൈ. ഇനി ഫ്യൂവൽ മിക്സർ എന്താ? ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യാണ് യൂസ് ചെയ്യുന്നത്. ടിപ്പിക്കലി യൂസ് ബിക്കോസ് ദേ റിക്വയർ ലോ ടെമ്പറേച്ചർ. യെസ്, ഗ്രീൻ എനർജി ക്രിയേഷൻ, ഇലക്ട്രിക് ജനറേഷൻ. ബാക്കിയുള്ളവരെ പോലെ ഇവിടെ എന്തുണ്ട് നോക്ക്? സിമിലർ ടു കൺവെൻഷണൽ പവർ പ്ലാന്റ്, ദിസ് തെർമൽ എനർജി ഈസ് യൂസ് ടു മേക്ക് സ്റ്റീം വിച്ച് ഡ്രൈവ് ടു. എടാ, നമ്മൾ ഇതിൻ്റെയൊക്കെ കോറിൻ്റെ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഈ ജാടയെല്ലാം. ബാക്കി അപ്പുറം വെള്ളം തിളപ്പിച്ച് ടർബൈൻ കറക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
ഇന്ത്യയുടെ റോൾ എന്തായിരുന്നു? ഇന്ത്യ ജോയിൻ ചെയ്ത ഇന്ത്യ ജോയിൻഡ് ITR in 2005 and contribute 9% of this project. Project cost. Okay. The EU as the host, ആരാ? യൂറോപ്യൻ യൂണിയൻ ആണ് ഹോസ്റ്റ്. അവരുടെ കോൺട്രിബ്യൂഷൻ എത്ര നോക്കൂ? 45%. യൂറോപ്യൻ യൂണിയൻ എൻ്റെ ആൾക്കാർ മുഴുവൻ. ഇത് നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ടും ഇൻ കൈൻഡ് എന്ന് വെച്ചാൽ എന്താ, സാധനങ്ങളായിട്ടായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, മാനുഫാക്ചർ ആൻഡ് ഡെലിവർ ഹൈടെക് കമ്പോണൻസ് റാദർ ദാൻ സെൻഡിങ് മണി. നമ്മൾ കാശ് കൊടുക്കില്ല, സാധനം തരാമെന്ന് പറയും. ഇതിലും വേദം കാശ് കൊടുക്കുന്നതായിരുന്നില്ലേ? Okay, the cryostat, world largest thermos. This is India's most famous contribution, manufactured by Larsen and Toubro. It is a massive stainless steel vacuum vessel. Yes. Function, it's around the entire reactor to maintain the ultra cold environment, need to superconducting the magnet something and successfully delivered this installed in tokamak. ഇവിടെ 2020 സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ ചെയ്തത്. യെസ്. ഇനി ഇന്ത്യക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ഇന്ത്യക്ക് എന്ത് തോന്നി? ഇത്രയൊക്കെ പരിപാടി നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് നോക്കിക്കൂടെ എന്നൊരു തോന്നൽ വന്നിട്ട് ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഒരു സംഭവം, ദ പ്ലാസ്മ ഫിസിക്സ് പ്രോഗ്രാം വാസ് ഇനിഷ്യേറ്റഡ്. നമ്മൾ ഇതിൻ്റെ ഒരു തുടക്കം ന്യൂക്ലിയർ ഫിഷൻ്റെ പോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഒരു റിയാക്ടർ പരിപാടിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ദ പ്ലാസ്മ ഫിസിക്സ് പ്രോഗ്രാം വാസ് ഇനിഷ്യേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1982. to conduct research at MCF എന്താ മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ് ഫെസിലിറ്റി. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ നമ്മുടെ ടോക്കാമക്കിൻ്റെ ഒരു പരിപാടിയിൽ, ഓക്കെ, മറ്റേതല്ല, വിച്ച് ലേറ്റർ ഇവോൾവ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഇൻ 1986. ഓക്കെ, ദാറ്റ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് ഇന്ത്യാസ് ഓൺ ടോക്കാമക്, ദാറ്റ് ഈസ് ആദിത്യ ഇൻ 1989. സണ്ണോട്ട് എന്ത് വന്നാലും നമുക്ക് ആദിത്യയാണ്. ഓക്കെ, സ്പേസിൽ പോയാൽ ആദിത്യ, താഴച്ച ആദിത്യ ഇത്. ഓക്കെ, എന്താണ് ഇന്ത്യയുടെ ഓൺ ടോക്കോമാക്ക്? ഏതാണ്? ആദിത്യ. കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ പ്രോട്ടോടൈപ്പാണത്. ആദിത്യ ഇസ് 1989. എന്തോ 89 തുടങ്ങി. യെസ്, അപ്പം മനസ്സിലാക്കുക, 89 അത്ര പഴയ കാലമല്ല. ഓക്കെ, കുറേ കാലമായി, എന്നാലും അത്ര പഴയല്ലടാ, അടുത്തല്ലേ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷനൊക്കെ നടത്തിയതിന് ശേഷം, ഇത്തിരി പഴയതല്ല. Subsequently, it also developed a large semi-indigenous tokamak code. ഇതാണ് അതിൻ്റെ കൂടാതെ നമ്മൾ എന്ത് ചെയ്തു? ഡെവലപ്ഡ് എ ലാർജ് സെമി ഇൻഡിജിനിയസ് ആയിട്ട്. നമുക്ക് വേറെ ഫോറിൻ ഹെൽപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ റഷ്യയുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ടോക്കോമാക്, നമ്മൾ ടോക്കോമാക്കിനെ ഉണ്ടാക്കി കോൾഡ് സ്റ്റഡി സ്റ്റേറ്റ് സൂപ്പർ കണ്ടക്ടിങ് ടോക്കോമാക്, SST1. എന്താണ് സ്റ്റഡി സ്റ്റേറ്റ് സൂപ്പർ കണ്ടക്ടിങ് ടോക്കോമാക്, വിച്ച് വാസ് ഫുള്ളി കമ്മീഷൻഡ് ഇൻ 2013 അറൗണ്ട്. എനർജി പ്രൊഡക്ഷൻ അങ്ങനെ നമുക്കില്ല. നിങ്ങൾ ഇവിടെ കമ്മീഷൻ ചെയ്യുന്നു, ഓപ്പറേഷനിലായി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് കറണ്ട് ഉണ്ടാക്കിയെന്നൊരു വലിയ അർത്ഥം നിങ്ങൾ കാണരുത് കേട്ടോ. ജസ്റ്റ് അതൊക്കെ പ്രവർത്തന സജ്ജമാകാറായി. ഓക്കെ, ഇറ്റ് ഹാസ് ബീൻ ഏബിൾ ടു പ്രൊഡ്യൂസ് പ്ലാസ്മ ഫോർ അബൌട്ട് 650 milliseconds ആൻഡ് ഇറ്റ് ഡിസൈൻ ടു ഗോ അപ് ടു 16 minutes. എന്ന് വെച്ചാൽ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരല്ലോ നമുക്ക്, അത് ആ റിയാക്ടറിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് സമയത്തേക്ക് ഇല്ലേ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ SST1 ഏകദേശം ഒരു 650 milliseconds നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ പ്ലാസ്മയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വിചാരിക്കുകയാണ്, അപ് ടു 16 minutes നമുക്ക് എന്ത് ചെയ്യണം? ഇവനെ കൊണ്ട് എത്തിക്കണം എന്ന് വിചാരിക്കണം. ഓക്കെ, ഇൻ 2005 ഇന്ത്യ ബിക്കം ദ 7th member. നമ്മൾ നേരത്തെ പറഞ്ഞു 2005 നമ്മൾ ജോയിൻ ചെയ്തത്. എത്രാമത്തെ മെമ്പറായിട്ടാണ് ജോയിൻ ചെയ്തത്? 7th member to join International Thermonuclear Experiment Reactor ITR project, a global initiative attempting that largest reactor ഉണ്ടാക്കാൻ. യെസ്, നമ്മൾ ഇവരുടെയൊക്കെ ഹെൽപ്പോടെ തന്നെയാണ് ചെയ്യുന്നത്. റെസ്പോൺസിബിൾ പ്രൊജക്ട്. യെസ്, നേരത്തെ പറഞ്ഞ കഥകളൊക്കെ തന്നെ എഴുതിയേക്കുന്നത്. ഓക്കെ, ബാക്കി ഗ്ലോബലി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യത്തെയൊക്കെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ആരെങ്കിലും കൊണ്ടുവന്ന് നോക്കാം. ജനറലി മൊത്തം പറയാണ്. ഫസ്റ്റ് വൺ ആരാണ്? ITR എവിടെയാണ് ഉള്ളത്? ഫ്രാൻസിലാണ് ഉള്ളത്. ഇത് കംപ്ലീറ്റ്ലി നമുക്കൊരു എനർജി സാധനം തരുമെന്ന് വിചാരിക്കുന്നത് ഇൻ 2034. യെസ്, ഒരു വരുന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു മെയിൻ ആളാണ് ഈസ്റ്റ്. ഇതിന് നമ്മൾ ജനറലി വെസ്റ്റ് എന്ന് പറയും കേട്ടോ. ഫ്രാൻസിലുള്ളതിനെ വെസ്റ്റ് എന്ന് പറയും, ഇത് ഈസ്റ്റ്. ഓക്കെ, ചിന്തിക്കണ്ട. ഈസ്റ്റിൻ്റെ ഫുൾ ഫോം എന്താ? എക്സ്പെരിമെൻ്റൽ അഡ്വാൻസ് സൂപ്പർ കണ്ടക്ടിങ് ടോക്കാമാക്
എവിടെ ആരുടെയാണ്? ഇറ്റ്സ് ഇൻ ചൈന. ലൊക്കേറ്റഡ് സ്ഥലം അറിയണം നിർബന്ധമില്ല. ദിസ് മെഷീൻ ഹാസ് സെറ്റ് എ റെക്കോർഡ് ഫോർ ലോങ് ഡ്യൂറേഷൻ പ്ലാസ്മ. ഏകദേശം ഒരു 1000 seconds ഇവർക്ക് പ്ലാസ്മയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇവരുടെ ഹൈലൈറ്റ്. 1000 seconds. ഓക്കെ, ഇവർക്കൊരു പ്ലാസ്മ അത് പണ്ടത്തെ കഥയാണ്. മില്ലി സെക്കൻഡ്സ് പറഞ്ഞു. ഈസ്റ്റിന് ഏകദേശം ഒരു എന്താ പറയുക 1000 seconds. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 1000 seconds ആണോ മില്ലി സെക്കൻഡ്സ് ആണോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. നല്ല കൂടുതലാണ്. നോക്കട്ടെ. ഓക്കെ, അടുത്തതാണ് JT605 ജപ്പാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ്സ് എ ലാർജസ്റ്റ് ഓപ്പറേറ്റിംഗ് ടോക്കോമാക് അണ്ടർ ദി ജപ്പാൻ EU പാർട്ണർഷിപ്പ്. കൈൻഡ് ഓഫ് അത്യാവശ്യം വലിപ്പം കൂട്ടത്തിലാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. ദെൻ ജർമ്മനി വെൻഡർസ്റ്റീൻ ഉണ്ട്. വേൾഡ് ലാർജസ്റ്റ് സ്റ്റില്ലറേറ്റർ ആണ്. സ്റ്റില്ലറേറ്റർ എന്താ നമ്മുടെ ഇത് മാത്രമേ കാണത്തുള്ളൂ. എന്ന് വെച്ചാൽ ആ ഡോണറ്റിൻ്റെ ഷേപ്പും ഈ സാധനവും മാത്രം. കൈൻഡ് ഓഫ് അങ്ങനെ സ്റ്റില്ലറേറ്റർ ജനറലി പറയും. മറ്റേ വാക്കോത്തിൻ്റെ ട്യൂബ് മാത്രമല്ല. സെക്കൻഡ്സ് തന്നെയാണ് അല്ലേ? മില്യൺ. കുറച്ച് അതിനേക്കാൾ വലുതാണ്. ഇത് വരുന്നതല്ലേ ഉള്ളൂ, നടക്കുന്നതേ ഉള്ളൂ. 35 രാജ്യങ്ങളുടെ ഒരു കൊളാബറേഷൻ നടക്കുന്നതല്ലേ ഉള്ളൂ. ഇവൻ ഒറ്റയ്ക്ക് ചെയ്തു എടുക്കാനാണ്. അടിപൊളിയാണ് ചൈന. സംടൈംസ് നാഷണൽ ഇഗ്നീഷൻ ഫെസിലിറ്റി അതാണ് ഇൻ USA. ഇവിടെ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് കൺഫൈൻമെന്റ് ആണോ? അല്ല അല്ലേ? ഇനേർഷ്യൽ അതന്നെ ശരി. ഇനേർഷ്യൽ കൺഫൈൻമെന്റ് ഫെസിലിറ്റി. ഇതിനടുത്തതാണ് K-STAR. കേരളത്തിൻ്റെ അല്ലടാ, കൊറിയയുടെ. ഏത് കൊറിയ? സൗത്ത് കൊറിയ. ഓക്കെ, യെസ്. ദെൻ സ്പാർക്ക്. USA-ക്ക് 2 ഉണ്ട്. ഇനിഷ്യൽ കൺഫൈൻമെൻറ്റിൽ 1 ഉണ്ട്. അതുപോലെ MCF-ലും ഉണ്ട്. MCF വരുന്നതാണ് സ്പാർക്ക്. യെസ്, നോക്കൂ, എവിടെ ടോക്കോമാക്ക് കണ്ടാലും നിങ്ങൾ ആലോചിക്കാതെ എന്താണ് MCF ആണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ USA-ക്ക് 2 ഉണ്ട്. ഇനിഷ്യൽ കൺഫൈൻമെൻറ്റും ഉണ്ട്, MCF ഉണ്ട്. ഓക്കെ, ദെൻ ജോയിൻറ്റ് യൂറോപ്യൻ ടോറസ്, അതാണ് ജെറ്റ്, UK-യുടേത്. ദെൻ ചൈനയ്ക്ക് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ചൈനയ്ക്ക് 2 ടോക്കോമാക്കുണ്ട്. ഒന്നൊന്നും പോരാ. യെസ്, USA-ക്ക് 2 പോരാ, 3 വേണം. നാഷണൽ ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ ആലോചിക്കുക ആർക്കൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു USA പറഞ്ഞു, ജപ്പാൻ പറഞ്ഞു, ജപ്പാൻ പറഞ്ഞു, ചൈന പറഞ്ഞു, UK പറഞ്ഞു, സൗത്ത് കൊറിയ പറഞ്ഞു, ജർമ്മനി പറഞ്ഞു. യെസ്, നീ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. യെസ്, ഓക്കെ. കുറേ ആൾക്കാർക്കൊക്കെ എന്തുണ്ട് യെസ്. നമുക്ക് ഈസ്റ്റിനെ കുറിച്ച് മൊത്തത്തിൽ നോക്കാം. ന്യൂസ് ഇതായിരുന്നു. 20th January 2025 ചൈനീസ് സയൻറ്റിസ്റ്റ് റിപ്പോർട്ടഡ് ദാറ്റ് ദേ വെയർ ഏബിൾ ടു മെയിൻറ്റെയിൻ the plasma temperature of 100 million degrees Celsius about 1066 സെക്കൻഡ്. നോക്കൂ എത്രയാണ്? 100 മില്യൺ ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറുള്ള പ്ലാസ്മയെ ഏകദേശം 1066 സെക്കൻഡിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് ആര് പറഞ്ഞു? അവർ പറഞ്ഞു. ഓക്കെ, യെസ്. 2023 403 സെക്കൻഡാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തത്. 403 സെക്കൻഡിൽ അത് മെയിൻറ്റെയിൻ ചെയ്തത്. അതായിരുന്നു വേൾഡ് ഫസ്റ്റ് സ്റ്റഡി സ്റ്റേറ്റ്. അതായത് പിന്നെ അവർ തന്നെ പറഞ്ഞു അവർ 1066 അത് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സെയിം പരിപാടി തന്നെയാണ്. അതിനകത്ത് അവർ ഡീറ്റെയിലും തന്നെ യൂസ് ചെയ്യുന്നു. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇത്ര നേരം പറഞ്ഞ കഥ തന്നെയാണ് അവർ ചെയ്യുന്നത് അതിനകത്ത്. ഓക്കെ, ഇവിടെ നോക്കൂ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഈസ്റ്റിൽ ബോത്ത് ടൊറോയിഡൽ ആൻഡ് പൊളോയിഡൽ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ നിലവിൽ ഇപ്പോൾ ITRൽ വരുന്നതേ ഉള്ളൂ, നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഓപ്പറേഷണൽ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള ഒരേ ഒരു ടോക്കോമാക്കിലാണ് ബോത്ത് ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്ത് ടൊറോയിഡലും പൊളോയിഡലും യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഹിസ്റ്ററി പറയുന്നുണ്ട് കേട്ടോ. ഇവരുടെ മാത്രമല്ല മൊത്തത്തിലുള്ള ടോക്കോമാക്കുകളുടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2016 ഏകദേശം 50 മില്യൺ ഡിഗ്രിയിൽ 60 സെക്കൻഡ് നിർത്താൻ പറ്റി. 2017 അത് 100 സെക്കൻഡായി. 2023 400 സെക്കൻഡായി. അങ്ങനെയൊക്കെ പോയ ചരിത്രങ്ങൾ എവിടെ ഉണ്ട്? ദിസ് ടോക്കോമാക്കിനുണ്ട് എന്നുള്ളത് നോക്കാം.
ആൻഡ് നോക്കൂ ഇൻ February 2025 ദ വെസ്റ്റ് ടോക്കോമാക് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രാൻസ് മെയിൻറ്റെയിൻ ദ പ്ലാസ്മ ഫോർ 22 മിനിറ്റ്സ്. ഇത് നമ്മുടെ ITR അല്ല കേട്ടോ, വെസ്റ്റ് ടോക്കോമാക് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്. ITR അല്ല, വേറൊരു കോൺസെപ്റ്റ് ആണ്. ഫ്രാൻസ് ഏകദേശം ഒരു 22 മിനിറ്റ്സ് അവർ ചെയ്യുന്നു പറയും. പക്ഷേ ഇതൊരു അവകാശവാദമാണ്, ലോകത്തിൽ അങ്ങനെ അംഗീകരിച്ചിട്ടില്ല. അവകാശവാദമാണ്. 20 മിനിറ്റ്സ് അവർക്ക് എന്ത് ചെയ്തു ചെയ്യാൻ പറ്റി. കൈൻഡ് ഓഫ് അവരങ്ങനെ പറയുന്നു. ഇതൊക്കെ അവകാശവാദങ്ങളായിട്ട് പറയട്ടെ, ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ അവർ എന്താ പറഞ്ഞത്, നമുക്ക് 2034 എനർജി പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞേ. എന്നാലും നമുക്ക് അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണം. കൊമേഴ്ഷ്യലി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണണ്ടേ. ഇതിപ്പോൾ എക്സ്പെരിമെൻ്റലാണ്. യെസ്. പക്ഷെ ഇപ്പം നിലവിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടീരിയം അബണ്ടൻ്റ് ആണ് സീ വാട്ടറിലുണ്ട്. പക്ഷേ ബാക്കിയുള്ള ട്രിഷ്യം പോലുള്ള ഇത് നാച്ചുറൽ ഡിപ്പോസിറ്റ്സിൽ വളരെ കുറവാണ്. സോ നമുക്കത് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. നിലവിൽ ഡ്യൂട്ടീരിയം ട്രിഷ്യം അവർക്ക് സപ്ലൈ ചെയ്യണം. ഡ്യൂട്ടീരിയം കടൽവെള്ളത്തിൽ നിന്ന് കിട്ടും. ട്രിഷ്യം സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് ആരുണ്ട്? ഇന്ത്യയുണ്ട്, സൗത്ത് കൊറിയയുണ്ട്, കാനഡയുണ്ട്. ഇപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ അല്ലാന്ന് മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വളരെ സിമ്പിളാണെന്ന് തോന്നുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഹൈപ്പോത്തറ്റിക്കൽ. നമുക്ക് സിമ്പിൾ സ്റ്റെപ്പൊന്നും പറ്റില്ല, എല്ലാം വലിയ സ്റ്റെപ്പാണ്. ഓക്കെ, അടുത്ത ഇപ്പം നമ്മൾ ഇത്ര നേരം പറയുന്നതാണ് ന്യൂക്ലിയർ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താ പറയുക എനർജി ക്രിയേഷനകത്ത് നമ്മൾ ഫിഷനും ഫ്യൂഷനും പറഞ്ഞു. ഇത് രണ്ടും അല്ലാത്ത രീതിയിലും നമുക്ക് ന്യൂക്ലിയർ ലെവലിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് യൂസ്ഡ് ബൈ റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ RTG. ഇതിനകത്ത് എന്തില്ല? ഫിഷനും ഇല്ല, ഫ്യൂഷനും ഇല്ല. The RTG is a type of device that converts heat released at the time of radioactive decay into electricity by Seebeck effect. ഇതാണ് റേഡിയോ ഡീക്കേ. റേഡിയോ ഡീക്കേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുറേനിയം ആയിക്കോട്ടെ, തോറിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവർക്ക് എന്ത് സംഭവിക്കുന്നു? ഇവരിങ്ങനെ റേഡിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും അല്ലേ, റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് തോറിയം തന്നെ എടുക്കാം. ഇവരെന്താണ് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇവർ റേഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കും ഇല്ലേ, റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെച്ചാൽ ഇവൻ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടത്തിയിട്ട്, അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഹാഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി കേട്ടിട്ടുണ്ടോ? ഹാഫ് ലൈഫ് ഇല്ല എന്ന് വെച്ചാൽ ഈ റേഡിയോ ആക്റ്റീവ് മിനറലിന് സ്പെഷ്യൽ ഇവർ റേഡിയേറ്റ് ചെയ്ത് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഒരു 2 ഗ്രാം ഈ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒരിടത്ത് വെച്ചു. കുറേ നാൾ കഴിയുമ്പോൾ ഇവൻ 1 ഗ്രാം ആയിട്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ തന്നെ റേഡിയേഷൻസ് നടത്തി അതിൻ്റെ പകുതി ആകാൻ എടുക്കുന്ന ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ഒരിടത്ത് നമ്മുടെയൊക്കെ വീട്ടിലെ കർപ്പൂരം അറിയും, കർപ്പൂരം ഈ കത്തിക്കുന്ന കർപ്പൂരം അറിയും. ഈ കർപ്പൂരം ചുമ്മാ കൊണ്ടുവച്ച് ഇവന് തന്നെത്താൻ വേപ്പറൈസ് ആയി പോകും. റേഡിയേഷൻ അല്ലത്, വേപ്പറൈസ് ആയി പോകും. ഇതുപോലെ ഇവന് എന്ത് സംഭവിക്കും? ഇവനിങ്ങനെ റേഡിയേറ്റ് ചെയ്തതിൻ്റെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതുപോലെ ഈ റേഡിയേഷൻ വെച്ചാൽ ഈസ് എ ടൈപ്പ് ഓഫ് ഡിവൈസ് ദാറ്റ് കൺവേർട്ട്. ഇവൻ എന്താ ചെയ്യുന്നത്? റേഡിയോ ആക്റ്റീവ് ഡീക്കേ ആണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു റേഡിയോ ആക്ടിവിറ്റി യൂസ് ചെയ്ത് ഹീറ്റ് ഉണ്ടാക്കുന്നു. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇവിടെ, ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇവിടെ. ഓക്കെ, ആൻഡ് ഇവർ തമ്മിൽ എന്താ ഇവർ ഒരു റേഡിയേഷൻസ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ എനർജി ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഡിയേഷൻ കാരണം ഇവിടെ ഒരു എനർജി റിലീസ് ഉണ്ടാകുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊരു എമിഷൻ നടന്നാലും ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് എന്ത് കൺവേർട്ട് ചെയ്താലും അവിടെ എന്ത് സംഭവിക്കും? എനർജി റിലീസ് ഉണ്ടാകും ഇല്ലേ? അപ്പോൾ ഇവിടെ ഒരു എനർജി റിലീസ് ഉണ്ട്. നമുക്ക് അതിനെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. എനർജി റിലീസ് ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട്. ഇവിടെയും ഒരു എനർജി റിലീസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചർ രണ്ടിനും ഡിഫറൻസ് എടുക്കും. എൻ്റെ ഈ വിരലെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണെന്ന് ഇരിക്കട്ടെ. ഇതിനൊരു എന്താ പറയുക ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്, ഇതിനൊരു 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്. രണ്ട് ഡിഫറൻസ് സംഭവം. ഇത് ഒരു വയർ, ഇത് വേറൊരു വയർ. ഇത് ഞാനിങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ നമ്മുടെ എനർജി ഡിഫറൻസ് കാരണം ഒരു കൈൻഡ് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സീബെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്.
എന്താ? Seebeck effect is the electromotive force. It is the electromotive force. Seebeck effect is the electromotive force that develop across 2 points of an electrically conducting material. There is a temperature difference between them. എൻ്റെ ഈ കൈ, ഇത് കൈയായിട്ട് കൂട്ടണ്ട, ഇത് 2 വയറായിട്ട് കൂട്ടുക. ഇതെന്താണ്? ഇലക്ട്രിസിറ്റിയെ എന്താണ്? ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇലക്ട്രിക്കലി കണ്ടക്ടിങ് മെറ്റീരിയൽ ആണ്. ഇതൊരു സ്റ്റീൽ, ഇത് അല്ലെങ്കിൽ ഇതൊരു അയൺ റോഡ്. ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്, ഇതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ തമ്മിലിടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ ബേസിലുണ്ടാകും, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം എന്തുണ്ടാക്കും? ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സീബെക്ക് എഫക്റ്റ്. ഈ സീബെക്ക് എഫക്റ്റ് കാരണം ഈ പറയുന്ന എന്താ പറയുക, റേഡിയോ ആക്റ്റീവ് ഡീകേ കൊണ്ട് ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? RTG എന്ന് പറയും. ഒറ്റ കാര്യം ചിന്തിക്കുക, RTGയിൽ എന്തില്ല? ഫിഷനും ഫ്യൂഷനും ഇല്ല. പകരം അവരെന്താ യൂസ് ചെയ്യുന്നത്? ഡീകേ ആവുന്ന അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്ന സംഭവം എന്താണ്? മെറ്റീരിയൽസ് യൂസ് ചെയ്യും, എലമെൻറ്റ്സ് യൂസ് ചെയ്യും. എന്നിട്ട് സീബെക്ക് എഫക്റ്റ് അവിടെ അപ്ലൈ ചെയ്യും. സീബെക്ക് എഫക്റ്റ് എന്ന് വെച്ചാൽ എന്താ? 2 പേര് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. 2 പേർക്കും 2 തരത്തിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസും ഉണ്ട്. ഈ ടെമ്പറേച്ചർ ഡിഫറൻസിലുള്ള മെറ്റീരിയൽസ് അടുത്ത് കൊണ്ടുവച്ചാൽ സ്വാഭാവികമായ ഡിഫറൻസ് കാരണം ഒരു എനർജി, ഒരു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഒരു ഇലക്ട്രിക് വോൾട്ട്, ഇത്രയേ ഉള്ളടാ, ഒരു ഇലക്ട്രിക് വോൾട്ട് അവിടെ എന്ത് ചെയ്യും? കറണ്ട് അവിടെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ആകും. അത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? RTGs എന്ന് പറയുന്നത്. എന്താ? റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയും. നോക്കൂ, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. RTGs ഡോണ്ട് ഹാവ് എനി മൂവിങ് പാർട്ട്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ടോക്കാമാക്കി കണ്ടതുപോലെ, അല്ലെങ്കിൽ ഫിഷൻ റിയാക്ടറിൽ കണ്ടതുപോലെ ഒരു മൂവിങ് പാർട്ട് എന്ന് വെച്ചാൽ ടർബൈൻ പോലത്തെ പരിപാടികളൊന്നും എവിടെ ഇല്ല? RTGs ഇല്ല. ഓക്കെ. And thus they are suitable for deployment in environment where a lot of repair will not be possible. That is spacecraft. Spacecraft ഇവിടുന്ന് പുറത്തേക്ക് പോവാം. നമുക്ക് ഭൂമിക്കകത്ത് കൊണ്ടുപോയി പണിയുന്നത് പോലെ, അല്ലെങ്കിൽ എന്തൊരു ഒരു പ്രശ്നം ഉണ്ടായാലും അതിനെ പരിഹരിക്കുന്ന പോലെ സ്പേസിൽ പോയി നമുക്ക് എപ്പോഴും പോയി അതിനെ പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. അത് മാത്രമല്ല, പെട്ടെന്ന് അവിടെ ഒരു എനർജി നിന്ന് പോകാമെന്നൊരു അവസ്ഥയിൽ നമുക്ക് വിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്? ഈ സ്പേസ് ക്രാഫ്റ്റിലൊക്കെ വെക്കുന്ന എനർജി സോഴ്സ് എന്ന് പറയുന്നത് പൊതുവെ എന്തായിരിക്കും? ഈ കൈൻഡ് ഓഫ് RTGs ആയിരിക്കും. ഓക്കെ. വേറെ നമ്മൾ സ്ഥിരം വെക്കുന്നത് എന്താ? സോളാർ പാനൽ വയ്ക്കും അല്ലേ? സോളാർ പാനൽ വയ്ക്കും. പിന്നെ അത് വാട്ടർ ഡാമൊന്നും കൊണ്ട് വയ്ക്കാൻ പറ്റത്തില്ല. സോളാർ പാനൽ വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വയ്ക്കുന്ന ഒരു സംഭവമാണ് ദിസ് RTG. They have used in spacecraft, that is Voyager, Cassini, etc. They have also been used in series of lighthouse used by USSR in Arctic Circle. Okay. റേഡിയോ ഐസോട്ടോപ്പ് ഫ്യൂവൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഈ ആൾക്കാരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. Plutonium, that uranium 235. ISRO in collaboration with BARC has also embarked on the development of RTGs to be used in spacecraft. നമ്മൾ വിട്ടുകൊടുത്തില്ല, നമ്മളും ചെയ്യുന്നുണ്ട്. എന്ത് പറ്റി? ഇല്ല. ശരി, നമുക്ക് നിർത്താറാക്കാം. ക്വസ്റ്റ്യൻസ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻസ് ഇട്ട് പോകും. നമുക്ക് ICT നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ടു മീറ്റ് ഇറ്റ്സ്, ഇത് PYQs അതല്ല. ടു മീറ്റ് ഇറ്റ്സ് റാപ്പിഡ്ലി ഗ്രോവിംഗ് എനർജി ഡിമാൻഡ്, that India should pursue research and development on thorium as a future fuel of nuclear energy. In this context, what is the advantage does thorium has over uranium? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? യെസ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ? കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം ശരിയാണ്. അന്നും ആൻസർ 1, 2, 3 തന്നെയായിരുന്നു. Thorium is produced less harmful waste compared to uranium. 3 ശരിയാണ് കേട്ടോ. 1, 2 and 3. എന്തോ? യെസ്. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ആരെയാണ് യൂസ് ചെയ്യുന്നത്? തോറിയം യൂസ് ചെയ്യും. തോറിയം നല്ല രീതിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം അത് ഫെർട്ടൈൽ ആണ്, ശരിയാണ്. പക്ഷെ അത് ഫിസൈൽ ആകുമ്പോൾ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തോറിയാണ് യൂസ് ചെയ്യുന്നത്. എന്താ നിങ്ങളുടെ സംശയം? ഏതാ സംശയം?
നമ്മൾ തോരൻ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്റ്റേജ് ബൈ സ്റ്റേജിൽ ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ തോരൻ യൂസ് ചെയ്യും. എടാ അങ്ങനല്ലടാ, ഫിസൈൽ മെറ്റീരിയൽ ആണ് നമ്മളെ കൂടുതൽ എനർജി ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. കത്തുന്ന വാതകവും കത്താൻ സഹായിക്കുന്ന വാതകവും പറയുന്ന പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആർക്കാണ്? തോറിയത്തിനാണ്. പക്ഷെ അവനെ നമുക്ക് പെട്ടെന്ന് എനർജി പ്രൊഡക്ഷൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്താ, അവിടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മെറ്റീരിയലിന് എനർജി കൂടുതലുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന തോറിയത്തിന് എനർജി കൂടുതലുണ്ട്, നമുക്ക് കൂടുതൽ കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇവരെ നമുക്ക് ഈ പറയുന്ന യുറേനിയം യൂസ് ചെയ്യാൻ അത്ര പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം യുറേനിയത്തിൽ എന്തുണ്ട്, ഒരു 0.7% എങ്കിലും നമുക്കൊരു ഫിസൈൽ സംഭവം ഉണ്ട്. തോറിയത്തിൽ അത്രയും ഇല്ല. അപ്പം നമുക്ക് ഇവനെ കൊണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ വെച്ചാൽ ഈ പറയുന്നത് പോലെ നമുക്ക് ഈ പറയുന്ന സ്പെൻഡ് ഫ്യൂവലിൽ വരുന്ന ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഫ്യൂവലിൻ്റെ അളവൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ സ്പെൻഡ് ഫ്യൂവൽ കൂടുതലൊക്കെ വേസ്റ്റ് ആയി പോകാനുള്ള ചാൻസ്, അങ്ങനെ കുറച്ച് കണ്ടീഷൻസ്. ഡൗട്ട്സ് ഞാൻ തീർത്ത് തരാം, നമുക്ക് നോക്കാം. ഇത് പി വൈക്കോ? ഞാൻ ഇതിനകത്ത് വെക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പി വൈക്കോ അല്ല, ഞാൻ ബാക്കിയെല്ലാം പി വൈക്കോ. ഇതും പി വൈക്കോ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താ ആൻസർ? ഡി. അടുത്ത് നോക്കൂ. ബി ആണ് ആൻസർ. യെസ്, 1, 2 and 4. അടുത്തത് എന്താ ആൻസർ? ലാസ്റ്റ് വൺ 2 and 3 ഓൺലി. യെസ്, ഇതുകൂടെ പറഞ്ഞോട്ടെ. ഇതുകൂടെ പറയുമ്പോൾ തീരും. അത് കഴിയുമ്പോൾ നമുക്ക് എന്താ പിന്നെന്താ ഉള്ളേ? ഇല്ല, പിന്നെന്താ ഉള്ളത്? പിന്നെയാണ് IC. ഇതൊക്കെ നിർത്തിയിട്ട് പോകാം. പിന്നെ നാളെ വന്ന് ന്യൂക്ലിയർ പറയണ്ടല്ലോ. സിമ്പിൾ സംഭവമാണ്. നോക്കൂ, ഇതെന്താണ്? ഇറ്റ്സ് ആൻ ആക്ട്. ശാന്തി ആക്ട്. ഇവിടെ എവിടെയോ ശാന്തി നിൽക്കുന്നത്. ശാന്തി എന്താണ്? സസ്റ്റൈനബിൾ ഹാർനസിങ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആക്ട്. ഒത്തിരി ഉണ്ട്. 2025 റീസെൻ്റ്ലി അത് നമ്മുടെ ആരാണ് ലോക്സഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കി. ഏത് മിനിസ്ട്രിയാണ്? സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എർത്ത് സയൻസ്. ഇതെന്താ വന്നേ? നമുക്ക് പണ്ട് 2010 ഒരു ആക്ട് ഉണ്ടായിരുന്നു, ആൻഡ് 1962 ഒരു ആക്ട് ഉണ്ടായിരുന്നു, അറ്റോമിക് എനർജി ആക്ട് 1962 ആൻഡ് സിവിൽ ലയബിലിറ്റി ഫോർ ന്യൂക്ലിയർ ഡാമേജ് ആക്ട് ഓഫ് 2010. ഈ രണ്ട് ആക്ടിനെയും റിപ്പീൽ ചെയ്തിട്ട് വന്ന ആക്ടാണ്. ഈ ആക്ടിനെ എന്തിനാണ് റിപ്പീൽ ചെയ്തത്? ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? ഈ ആക്ട് കാരണമാണ് നമുക്ക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പറ്റാഞ്ഞത്. ഈ ആക്ടിന് വലിയ ചേഞ്ച് ഒന്നും വരുത്തിയില്ല. എന്ന് വെച്ചാൽ ഇതെന്താ സംഭവിക്കുന്നത്? സിവിൽ ലയബിലിറ്റി ഫോർ യെസ് പണ്ടായിരുന്നു. വെച്ചാൽ വേറൊന്നുമല്ല, എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ ഫുൾ ലയബിലിറ്റി ആർക്കായിരുന്നു? ആ ആൾക്കായിരുന്നു. എന്താ വെച്ചിരിക്കണേ? യെസ്. കീ പ്രൊവിഷൻ ലൈസൻസ് ടു നോൺ ഗവൺമെൻറ് എൻറ്റിറ്റീസ് 1962 ആക്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമായിരുന്നു. യെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ തന്നെ. അത് ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. allows granting license to any other company except company incorporated outside the India, joint venture between government and private entities, any other person expressly permitted by the central government. Under the 2010 Act, the operator is liable for any damage caused by a nuclear incident as per no fault principle. This means that operator is liable to compensate victim regardless of
any negligence and wrongdoing. The operator must maintain an insurance to cover liabilities. The operator liability is subject to maximum amount of. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ലയബിലിറ്റി ഡസൻറ്റ് അപ്ലൈ ടു ദിസ് കൈൻഡ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ആൻഡ് ഒരു കമ്മീഷനൊക്കെ വെച്ച് കമ്മീഷൻ പോയി ചെക്ക് ചെയ്തിട്ടൊക്കെ മാത്രമേ ഇനി ഈ പറയുന്ന ആൾക്കാർ ലയബിൾ ആണോ അല്ലേ എന്ന് പറയുള്ളൂ. സോ കുറച്ചുകൂടി ലിബറലാക്കി. ഇല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റി. ബാക്കി ഗവൺമെൻറ് ഒക്കെ ഏറ്റെടുത്തു, നല്ല രസമാക്കി. യെസ്, കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞില്ലടാ. പണ്ട് മറ്റേ ഈ നേരത്തെ പറഞ്ഞ ആക്ട് ഉണ്ടല്ലോ, ഏത് ആക്റ്റാ ആ സിവിൽ ലയബിലിറ്റീസ് ആക്ടിൽ എന്താ ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുള്ള ഡാമേജിന്റെ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടെറിട്ടറിക്ക് പുറത്തും ഡാമേജ് കൊടുക്കാം. ഡാമേജ് വന്നാൽ കോമ്പൻസേഷൻ കൊടുക്കാം. കവറേജ് ടു ന്യൂക്ലിയർ ഡാമേജ് ടെറിട്ടറി ഓഫ് എ ഫോറിൻ സ്റ്റേറ്റ് ഫ്രം ദി ഇൻസിഡൻറ്റ് ഇൻ ഇന്ത്യ. കാര്യം റേഡിയേഷൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, തൊട്ടടുത്തുള്ള ഏതെങ്കിലും രാജ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇതിൻ്റെ കാരണമാണ് പ്രശ്നമെങ്കിൽ നമ്മൾ ലയബിലിറ്റി കൊടുക്കും. നല്ല കാര്യമാണ്. കൈൻഡ് ഓഫ് അതെ, വേറെ സപ്പോർട്ട് ചെയ്തു. ചുമ്മാ എന്തെങ്കിലും പോയിട്ട് സന്തോഷം കാണിക്കണ്ടേ. ഓക്കെ, അറ്റോമിക് എനർജി അടുത്തൊരു കറണ്ട് അഫെയർ ആണ്. ഇതുകൊണ്ട് ബന്ധപ്പെട്ടത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഒരു സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ കൊടുത്തു. മെഷർ ടു സേഫ് വിൽ ടേക്ക് മെഷേഴ്സ് ഫോർ സേഫ് യൂസ് ഓഫ് റേഡിയേഷൻ ആൻഡ് ന്യൂക്ലിയർ എനർജി. ആരൊക്കെയുണ്ട്? ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 1 ഹോൾ ടൈം മെമ്പർ ഉണ്ടാവും, ആൻഡ് 7 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ടാവും. സെൻട്രൽ ഗവൺമെൻറ്റിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇല്ല, അയ്യോ വേണ്ട, ഇല്ല, അത്ര കട്ടി വേണ്ടായിരുന്നു, സോറി. ടേം ഓഫ് ഓഫീസ് ചെയർപേഴ്സൺ ഓഫീസ് ഇനിഷ്യൽ പീരീഡ് ഓഫ് 3 years. ദെൻ അപ് ടു 3 years വരെ വീണ്ടും നീക്കാം, വളർത്താം. ഇത് വായിച്ചു നോക്കിയാൽ കേട്ടോ, തീർന്നു. സന്തോഷം.